ഞാഞ്ഞോള് പറയും ഞാനും മൂർഖൻ ചേട്ടനും കൂടി എന്ന് ഒരു പറയലുണ്ട്. അതേപോലെ ഈ ചരിത്രമെഴുത്തിൻ്റെ മനുവിൻ്റെ പതിറ്റാണ്ട് എന്ന് പറയുന്നത് എൻ്റെ വിവർത്തനത്തിൻ്റെയും ഒരു പതിറ്റാണ്ടാണ്. കാരണം മനു 23 വയസ്സിലോ 25 വയസ്സിൽ ഐവറി ത്രോൺ എഴുതിയത്. ഞാൻ 46 വയസ്സിൽ എൻ്റെ ആദ്യത്തെ വിവർത്തനമാണ് 10 കൊല്ലം മുമ്പ് ഐവറി ത്രോൺ. അത് കഴിഞ്ഞ് വേറെയും ഓതേഴ്സിൻ്റെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും എൻ്റെ ലേബൽ മനു എസ് പിള്ളയുടെ ട്രാൻസ്ലേറ്റർ എന്നുള്ളതാണ്. അത് ഭയങ്കര അഭിമാനത്തോടെ തന്നെ ഞാൻ സ്വീകരിക്കുകയും ചെയ്യേണ്ട. കാരണം ആദ്യത്തെ ആ ഐവറി ത്രോൺ ദന്തസിംഹാസനം എന്നുള്ള മലയാളം ഇതിൻ്റെ ഓട്ടോഗ്രാഫ് ചെയ്യാൻ കൊടുത്തപ്പോൾ മനു അതിൽ ദിസ് ഈസ് യുവർ ബേബി എന്നാണ് എഴുതി സൈൻ ചെയ്തത്. ശരിക്കും അതെൻ്റെ ബേബി തന്നെയാണ്. അത്രയും പ്രിയപ്പെട്ട ഒരു സാധനമാണ് എനിക്കിപ്പോഴും. വെരി സ്പെഷ്യൽ. അല്ല, പക്ഷെ പ്രസന്ന വാട്ട് വാസ് ഓൾസോ സ്പെഷ്യൽ ഇസ് ഇത് നടന്നത് എങ്ങനെയാണെന്ന് ഓർമ്മയുണ്ടോ? പ്രസന്ന റെഡ് ദ ബുക്ക് എൻ്റെ എനിക്കൊരു ഇമെയിൽ അയച്ചു, ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചുകൊണ്ട്. ഐറ്റ്സ് എ ഗ്രേറ്റ്, നല്ല കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് ദാറ്റ്സ് ഹൗ ഇറ്റ് വർക്ക്ഡ് ഔട്ട്. അല്ലാതെ വലിയ പ്ലാൻ വെച്ച് ഞങ്ങൾ പരിചയപ്പെട്ടിട്ടൊന്നുമല്ല, ഒരു ഇമെയിൽ വഴി നടന്നു പോയ ഒരു സംഭവമാണ്. അതെ, ഔപചാരികമായിട്ട് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. മനുവിന് ക്രാഫ്റ്റിലേക്കും കളിക്കോട്ടയിലേക്കും തൃപ്പൂണിത്തുറയിലേക്കും സ്വാഗതം. ഈ 10 കൊല്ലത്തെ ചരിത്രമെഴുത്തിൽ ഞാനൊരു ലാംഗ്വേജ് പേഴ്സൺ എന്നുള്ള നിലയ്ക്ക് ഞാൻ നോക്കിക്കണ്ടേക്കുന്ന ഒരു പ്രകടമായിട്ടുള്ള മാറ്റം മനുവിൻ്റെ മലയാളത്തിലുള്ള ഇമ്പ്രൂവ്മെൻ്റാണ്. ആദ്യമൊക്കെ ഇംഗ്ലീഷ് മാത്രമായിരുന്നു മനുവിൻ്റെ സെഷൻസ്. അത് കഴിയുമ്പോഴേക്കും ഈ പുട്ടിൽ നാളികേരം ഇടുന്ന മാതിരി മലയാളം ഇടയ്ക്കിടയ്ക്ക് ചേർത്ത് മനു സംസാരിച്ചു തുടങ്ങി. ഇപ്പോൾ എല്ലാ മീഡിയയിലും കേരളത്തിൽ നടക്കുന്ന എല്ലാ ഇൻ്റർവ്യൂവും മലയാളത്തിൽ തന്നെ ചെയ്യാമെന്നുള്ള ഒരു ആത്മവിശ്വാസം മനുവിന് കിട്ടിയിട്ടുണ്ട്. വളരെ നല്ല കാര്യം. പക്ഷേ എനിക്കൊരു പേടിയുണ്ട്, ഈ പോക്ക് പോയാൽ ഇനി എൻ്റെ സർവീസ് ആവശ്യമില്ലാണ്ട് വരുമോ, മനു മലയാളത്തിൽ എഴുതി തുടങ്ങുമോ എന്നെനിക്കൊരു പേടിയുണ്ട്. ഇല്ല, അങ്ങനെ എന്തായാലും വരത്തില്ല. കാരണം ഇപ്പോൾ ഈ പ്രോഗ്രാമിന് വന്നപ്പം തന്നെ ഞാൻ വിചാരിച്ചു ഈ പ്രസന്ന ചിലപ്പോൾ എടുത്താൽ പൊങ്ങാത്ത വാക്കുകളൊക്കെ ഉപയോഗിച്ചാൽ എനിക്ക് മനസ്സിലാവത്തില്ല. അതുകൊണ്ട് സാധാരണ മലയാളത്തിൽ സംസാരിച്ചാൽ എനിക്കതിന് ഉത്തരവ് കൊടുക്കാൻ പറ്റും. പക്ഷേ വലിയ സാഹിത്യ മലയാളമാണെങ്കിൽ എന്നെക്കൊണ്ട് കഴിയത്തില്ല. അതുകൊണ്ട് ആ മലയാള സാഹിത്യ ലെവലിലേക്ക് എത്താനും സാധ്യതയില്ല. ഞാൻ ഈ വീട്ടിൽ സംസാരിക്കുന്ന ഒരു തരം മലയാളമാണ് സംസാരിക്കുന്നത്. മനു പറഞ്ഞ മാതിരി ഇതൊരു വളരെ ബ്രോഡായിട്ടുള്ള ടോപ്പിക്കാണ് 10 കൊല്ലത്തെ ചരിത്രമെഴുത്ത് എന്നുള്ളത്. അപ്പോൾ നമുക്ക് കുറച്ച് വിശാലമായിട്ട് തന്നെ തുടങ്ങാം. അപ്പോൾ ഈ 10 കൊല്ലം കൊണ്ട് ഐവറി ത്രോൺ മുതൽ ഗോഡ്സ് ഗൺസ് ആൻഡ് മിഷണറീസ് വരെ എത്തിയ സമയത്ത് മനു എന്നുള്ളൊരു ചരിത്രകാരൻ, മനു എന്നുള്ള എഴുത്തുകാരൻ വളരെ സുപരിചിതനാണ്. കേരളത്തിനകത്തും പുറത്തും എല്ലാവർക്കും സുപരിചിതനാണ്. പക്ഷെ അതിൻ്റെ പിന്നിൽ ഇത്രയും വൊള്യൂമിനസ് ആയിട്ടുള്ളൊരു, ഇത്രയും ഡീപ്പായിട്ടുള്ള ഒരു വർക്കിലേക്ക് എത്തിക്കുന്ന മനു എന്നുള്ള വായനക്കാരൻ എന്താണ്, ഈ ഇതിലേക്ക് എത്തിച്ച വായന എന്താണ്, ഇപ്പോഴും ഈ എഴുത്ത് മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന വായന എന്താണ്, ഈ ഒരു 10 കൊല്ലത്തിൽ അല്ലെങ്കിൽ അതിന് മുമ്പും ഇതുവരെയുമുള്ള അതിൻ്റെ ഒരു എവല്യൂഷൻ എന്താണെന്നൊന്ന് പറയാമോ? ഒന്ന്, കുട്ടിക്കാലം മുതലേ ഓഫ് കോഴ്സ് കഥകൾ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. ദാറ്റ് വാസ് നോട്ട് ജസ്റ്റ് റീഡിങ്, പുസ്തകത്തിലെ കഥകൾ മാത്രമല്ല. അത് ഓബ്വിയസ്ലി ഞങ്ങൾ വളരുമ്പോൾ പൂനെയിലാണ് ഞാൻ വളർന്നത്. അപ്പം വളരുമ്പോൾ അവിടുത്തെ കുറേ പുസ്തകങ്ങളും ഈ ടിപ്പിക്കൽ അന്നത്തെ എനഡ് ബ്ലൈറ്റനോ അങ്ങനത്തെ കുറേ പുസ്തകങ്ങളൊക്കെ വായിച്ചിരുന്നു. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എനിക്ക് ഓർമ്മയുണ്ട് ഈ ബാലരാമ എന്ന് പറഞ്ഞൊരു കോമിക് ഇത് വരുമായിരുന്നു. അതൊക്കെ കുഞ്ഞിലേ മുതൽ എൻ്റെ അമ്മ ഇങ്ങനെ വായിച്ച് കേൾപ്പിക്കുന്ന എനിക്ക് ഓർമ്മയുണ്ട്. അപ്പം ബേസിക്കലി കഥകളാണ് എനിക്കൊരു താല്പര്യം തോന്നിയ ഒരു സംഭവം. അപ്പോൾ അതിനുശേഷം ഐ റിയലൈസ് ദറ്റ് നമ്മൾ ഹിസ്റ്ററി തന്നെ എഴുതുമ്പോഴും വായിക്കുമ്പോഴൊക്കെ ഞാനൊരു ടീനേജേഴ്സൊക്കെ ആകുമ്പോഴേക്കും ഹിസ്റ്ററി വായിക്കാൻ തുടങ്ങി, നോൺ ഫിക്ഷൻ വായിക്കാൻ തുടങ്ങി, കുറേ ബയോഗ്രഫീസ് വായിക്കാൻ തുടങ്ങി. ആ സമയത്ത് എനിക്ക് മനസ്സിലായത് നമുക്ക് ഹിസ്റ്ററിനെയും ആക്സസിബിൾ മാത്രമല്ല, നമുക്ക് വായിക്കാൻ താല്പര്യമുള്ള രീതിയിൽ എഴുതാനും കഴിയും. അപ്പോൾ ഒരു ഹിസ്റ്ററിനെ സ്റ്റോറി ടെല്ലിങ്ങുമായിട്ട് ചേർത്ത് എഴുതാൻ പറ്റും എന്നുള്ള ഒരു കഴിവ് ആൾക്കാർക്ക് ഉണ്ടായിരുന്നു. അതങ്ങനത്തെ ചില പുസ്തകങ്ങളൊക്കെ ഞാൻ വായിച്ചു. എബ്രഹാം ഏരാളി എന്ന് പറഞ്ഞ് മരിച്ചുപോയ ഒരു മലയാളിയുണ്ട് ഫോർ എക്സാമ്പിൾ. അദ്ദേഹം കുറേ ഹിസ്റ്ററി ബുക്സ്, ഒരു ഫുൾ ഏൻഷ്യൻ്റ് ഇന്ത്യ മുതൽ മുഗൾസിൻ്റെ ഡൗൺഫോൾ വരെയുള്ള കാലത്ത് ഒരു 4-5 വോള്യൂംസ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വായിച്ചാൽ വളരെ ഇറ്റ്സ് വെരി വെൽ റീസെർച്ച്. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ വളരെ നമുക്ക് പേജസ് ഇങ്ങനെ ടേൺ ചെയ്യാൻ തോന്നുന്ന രീതിയിലുള്ള എഴുത്തും കൂടെയാണ്. അപ്പോൾ അങ്ങനത്തെ പുസ്തകങ്ങളാണ് ഒറിജിനലി ഞാൻ വായിച്ചു തുടങ്ങിയത്. അങ്ങനെ തന്നെ എഴുതണം എന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഓഫ് കോഴ്സ് ഇപ്പം ഒരുപാട് ഫിക്ഷൻ വായിക്കാൻ ഇപ്പോൾ സമയമില്ല. പക്ഷേ ഒറിജിനലി എൻ്റെ ഒരു ലെജർ റീഡിങ്, സ്വന്തം താല്പര്യത്തിൽ വായിക്കാനുള്ളത് ഫിക്ഷൻ തന്നെയാണ്. അല്ലാതെ നോൺ ഫിക്ഷൻ ഇപ്പം കൂടുതലും ജോലി എന്നുള്ള രീതിയിലാണ് വായിക്കുന്നത്. ഇപ്പം നമ്മൾ റീസെർച്ച് ആണെങ്കിലും ഒരു സബ്ജക്റ്റിന് നമ്മൾ ടാക്കിൾ ചെയ്യുകയാണെങ്കിലും അതിനുവേണ്ടി കുറേ നോൺ ഫിക്ഷൻ വായിച്ചേ തീരൂ. അത് ചിലപ്പോൾ ഒരു വർഷത്തിൽ 100 കണക്കിന് പുസ്തകങ്ങൾ കാണും. അത് നമ്മൾ ഒരു ലെജർലി ബേസിൽ ആസ്വദിക്കാൻ വേണ്ടി വായിക്കുന്നതല്ല, പഠിക്കാൻ വേണ്ടി വായിക്കുന്നതാണ്. പക്ഷെ ആസ്വദിക്കാൻ വായിക്കുന്നത് ഇപ്പോഴും ഫിക്ഷനാണ്. അത് പല ടൈപ്പിലെ ഫിക്ഷൻ കാണും. ഇപ്പം ഇന്നാൾ ഈ റോഹൻ മോണ്ടേറോ എന്ന് പറഞ്ഞൊരു എഴുത്തുകാരനുണ്ട്, സിംഗപ്പൂരിൽ താമസമുള്ള.
അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിരുന്നു കോൾഡ് ദ റൈസിങ്. അതിൻ്റെ ബേസിക്കലി ഇന്ത്യൻ മിത്തോളജി, ഗന്ധർവന്മാരുടെയൊക്കെ ഒരു കഥ, പക്ഷേ അതിനെ കണ്ടംപററി ബോംബെയിലേക്ക് കൊണ്ടുവന്ന് അവർ ബോംബെയിലേക്ക് വന്നിറങ്ങി കുറേ ക്രൈംസൊക്കെ സോൾവ് ചെയ്യുന്ന ടൈപ്പ് ഒരു ത്രില്ലർ ടൈപ്പ് പുസ്തകമാണ്. അപ്പോൾ അതൊക്കെ വായിച്ചപ്പോൾ ഒരു രസം. പിന്നെ ഓഫ് കോഴ്സ് കേരളത്തിൽ ഇപ്പം ബെന്യാമിൻ്റെ ആണെങ്കിലും KR മീരയുടെ ആണെങ്കിലും S ഹരീഷിൻ്റെ ആണെങ്കിലും അതൊക്കെ ഇപ്പം കുറേ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്തും വരുന്നുണ്ട്, അവാർഡ് വിന്നിങ് ട്രാൻസ്ലേഷൻസ് ആയിട്ട് വരുന്നുണ്ട്. സന്ധ്യ മേരിയുടെ ഇപ്പം വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറേ പുസ്തകങ്ങൾ വായിക്കും. സോ ഇപ്പോഴും ലെഷർ ഫോർ മൈസെൽഫ് എനിക്ക് വേണ്ടി വായിക്കുന്നത് ഫിക്ഷനാണ്, പക്ഷേ ജോലിക്ക് വേണ്ടി വായിക്കുന്നത് നോൺ ഫിക്ഷനാണ്. ഇത് പറഞ്ഞ മാതിരി ഞാൻ നമ്മുടെ ഇതിലേക്ക് കിടക്കാം. കുറച്ച് ദിവസം മുമ്പ് ഞാനൊരു മനുവിനെ പറ്റിയിട്ടുള്ള ഈ പുതിയ പുസ്തകത്തിനെ പറ്റി, ഗോഡ്സ് ഗൺസ് ആൻഡ് മിഷണറീസിനെ പറ്റിയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ഞാൻ കണ്ടപ്പോൾ അതിൻ്റെ ഹെഡിങ് കണ്ടത് ബ്രില്യൻറ്റ് ബട്ട് ലിമിറ്റഡ് ക്രോണിക്കിൾ ഓഫ് ദ ഫോമിംഗ് ഓഫ് ഹിന്ദുത്വ ഐഡൻറ്റിറ്റി. പ്രൊഫസർ വിജയകുമാർ എഴുതിയതാണെന്ന് തോന്നുന്നു അത്. അപ്പം അദ്ദേഹം ഉദ്ദേശിച്ചത് മനു സെലക്ട് ചെയ്ത ആ ടൈം സ്പാനിനെ ആയിരിക്കാം ലിമിറ്റഡ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചത്. പക്ഷെ ഞാൻ മനുവിനോട് ചോദിക്കുന്നത്, ഹിസ്റ്ററി റൈറ്റിംഗ് അതിനെ ലിമിറ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? നമ്മൾ ചൂസ് ചെയ്യുന്നതല്ല, അതിൻ്റെ ഓബ്സ്റ്റക്കിൾസ് അല്ലെങ്കിൽ അതിൻ്റെ ലിമിറ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഒന്നാമത് എഴുത്തുകാരനൊരു ലിമിറ്റുണ്ട്. എന്ന് വെച്ചാൽ നമ്മളൊരു സബ്ജക്റ്റ് എടുത്ത് പഠിക്കുവാന്നേലും അതിനൊരു തുടക്കവും വേണം, ഒരു അവസാനവും വേണം. നമുക്ക് താല്പര്യം കാണും, അതിൻ്റെ തുടക്കത്തിന് മുമ്പുള്ള കാര്യങ്ങളും വേണം, ശേഷമുള്ള കാര്യങ്ങളും വേണം. കാരണം ഇറ്റ് ബി ഇൻട്രസ്റ്റിംഗ്, വളരെ റിച്ച് ആണ്. നമുക്ക് ഹിസ്റ്റോറിക്കൽ സംഭവങ്ങൾ ഒരു എവല്യൂഷനാണ് ഇങ്ങനെ കോൺസ്റ്റൻ്റ്ലി, അല്ലാതെ അതിനൊരു ബിഗിനിങ്ങും എൻഡിങ്ങും പറയാൻ പറ്റുന്നില്ല. പക്ഷെ ഒരു പുസ്തകം എഴുതുമ്പോൾ അങ്ങനെ പറ്റത്തില്ല. നമ്മളൊരു സ്റ്റാർട്ട് പോയിൻറ്റും ഒരു എൻഡ് പോയിൻറ്റും വെച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. അതുപോലെ റീസെർച്ച് ചെയ്യുമ്പോഴും നമുക്ക് വേണേൽ വർഷങ്ങൾ റീസെർച്ച് ചെയ്ത് പോകാം. പക്ഷെ ചിലപ്പോൾ നമ്മൾ തന്നെ ഒരു ഡെഡ് ലൈൻ വെച്ച് അതിനെ അവിടെ നിർത്തിയില്ലെങ്കിൽ എഴുതാൻ പറ്റത്തില്ല. ആ റീസെർച്ച് പിന്നെ ഒരു പുസ്തകം അല്ലെങ്കിൽ ഒരു പോയിന്റ് ഉള്ള ഒരു സംഭവമായിട്ട് മാറത്തില്ല. സോ ചില പ്രാക്ടിക്കൽ ഹേർഡിൽസ് ഉണ്ട്. ഒരു പുസ്തകത്തിനകത്ത് ഇപ്പോൾ എല്ലാം നമുക്ക് ചേർത്ത് കൂട്ടാൻ പറ്റില്ല. ഇപ്പോൾ ഈ ഗോഡ്സ് ഗൺസ് ആൻഡ് മിഷണറീസിൽ തന്നെ ഇത് ഹിന്ദുസും ക്രിസ്ത്യൻ മിഷണറീസും തമ്മിലുള്ള വിവാദങ്ങളും അവർ തമ്മിലുള്ള ഇൻറ്ററാക്ഷനും, അത് കാരണം രണ്ട് മതങ്ങളും, ക്രിസ്ത്യാനിറ്റിക്കും വന്ന വ്യത്യാസങ്ങൾ ഹിന്ദുസത്തിനും വന്ന വ്യത്യാസങ്ങളെ പറ്റിയുള്ള പുസ്തകമാണ്. അപ്പോൾ ചില റിവ്യൂസിൽ പറയുന്നുണ്ട് ഇതിനകത്ത് മുസ്ലിംസിനെ പറ്റി എന്താ പറയാത്തത്. നമുക്ക് എല്ലാ ഒരു പുസ്തകത്തിൽ ചേരാൻ പറ്റത്തില്ല. ഇപ്പോൾ ഇത് ക്രിസ്ത്യൻസ് ആൻഡ് ഹിന്ദുസിൻ്റെ ഒരു ഇൻറ്ററാക്ഷനെ പറ്റിയുള്ള പുസ്തകമാണ്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ ഒരു ബോക്സ് ടിക്ക് ചെയ്യുന്ന പോലെ മുസ്ലിംസിനെയും കൂടെ കൊണ്ടിട്ടിട്ട് കാര്യമില്ല. ദാറ്റ് റിക്വയർസ് എ ഡിഫറെൻറ്റ് ബുക്ക്, ദാറ്റ് റിക്വയർസ് എ ഡിഫറെൻറ്റ് പ്രോജക്റ്റ്. അല്ലെങ്കിൽ ഈ പുസ്തകത്തിൻ്റെ സൈസ് അങ്ങ് കൂടും. ഓൾറെഡി 600 പേജുണ്ട്. അതിപ്പോൾ 1000 പേജായ ആരും എടുത്ത് വായിക്കത്തുമില്ല. അപ്പോൾ അങ്ങനത്തെ ചില പ്രാക്ടിക്കൽ ലിമിറ്റേഷൻസും കൂടെ ഉണ്ട്. പിന്നെ നമ്മുടെ തോട്ട്സിനെ തന്നെ സ്ട്രീം ലൈൻ ചെയ്യുമ്പോൾ, നമ്മളിപ്പോൾ ഒരു ആർഗ്യുമെൻറ്റ് പുട്ടിംഗ് ഫോർ ആൻ ആർഗ്യുമെൻറ്റ്, നമ്മളൊരു പോയിന്റ് ഷേപ്പ് അപ്പ് ചെയ്യാൻ ശ്രമിക്കുവാണ്. അതിനും ഒരു സ്ട്രക്ചറും ഒരു സിസ്റ്റമുണ്ട്. അപ്പം എല്ലാവരെയും നമുക്ക് ഒരേ സമയത്ത് പ്ലീസ് ചെയ്യാൻ പറ്റില്ല. പിന്നുള്ളത് ഫോർ എക്സാമ്പിൾ നമ്മുടെ ചില സ്ട്രാറ്റജിക് ചോയ്സസ്. അപ്പോൾ ഇതിനകത്ത് അഗൈൻ വേറൊരു ക്രിറ്റിസിസം വന്നത്, ഞാൻ 1947 വന്ന് കഥ നിർത്തും. കണ്ടംപററി ഇന്ത്യയിലും ഹിന്ദുത്വയിലേക്കൊന്നും അധികം പോകത്തില്ല. ഹിന്ദുത്വയുടെ ഉൽപ്പന്നം അതിൻ്റെ ഒരു ജനറേഷൻ്റെ സമയത്തേക്ക് പോകും, പക്ഷേ അതിൻ്റെ സബ്സിക്വൻറ്റ് ഒരു ലൈഫിനെ പറ്റി ഡിസ്കസ് ചെയ്തില്ല, ഇപ്പോഴത്തെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തില്ല. അത് ആദ്യം ഞാൻ കരുതി ഡിസ്കസ് ചെയ്യണം എന്ന് അവസാനത്തെ ഭാഗത്തെ പുസ്തകത്തിൻ്റെ. പിന്നെ അത് എഴുതി വന്നപ്പം തോന്നി, ഇതിപ്പോൾ ഇങ്ങനെ കണ്ടംപററി കാര്യങ്ങൾ എഴുതിയാൽ നമ്മുടെ ഇപ്പോഴത്തെ ഒരു പൊളിറ്റിക്കൽ ക്ലൈമറ്റ് കാരണം എല്ലാവരും അതേ ഫോക്കസ് ചെയ്തിട്ട് പുസ്തകത്തിൻ്റെ 80% മറന്നു പോകും, അല്ലെങ്കിൽ അതിനെ ശ്രദ്ധിക്കത്തുപോലുമില്ല. അവസാനത്തെ ഭാഗത്ത് എന്താണ് അവൾ പറയുന്നത് അതിലായിരിക്കും മൊത്തം ചർച്ച. അത് വേണ്ട. മൈ ജോബ് ഇസ് ടു സ്റ്റഡി ഹിസ്റ്ററി, അല്ലാതെ ഇപ്പോഴത്തെ പൊളിറ്റിക്സിനെ പറ്റി കമൻറ്റ് ചെയ്യാനല്ല ഞാനിവിടെ ഒഫീഷ്യലി വന്നിരിക്കുന്നത്. എൻ്റെ എക്സ്പെർട്ടീസ് അതല്ല, എക്സ്പെർട്ടീസ് ഇൻ ഹിസ്റ്ററി. അപ്പോൾ അതുകൊണ്ട് ഐ തോട്ട് നമുക്ക് ഹിസ്റ്റോറിക്കൽ ആ പീരീഡിലേക്ക് മാത്രം ലിമിറ്റ് ചെയ്ത് 1947 വന്ന് നിർത്തിയിട്ട് വി ലീവ് കണ്ടംപററി പോളിറ്റിക്സ് ഔട്ട് ഓഫ് ഇറ്റ്. അപ്പോൾ അങ്ങനത്തെ ചില ചോയ്സസ് നമുക്ക് എടുക്കേണ്ടി വരും. പിന്നെ ഉള്ളത്, നമ്മളൊരു ഹിസ്റ്റോറിക്കൽ ആക്ക് വെച്ച് നോക്കിയാൽ കേരള ചരിത്രം തന്നെ എഴുതിയ മുമ്പ് കേരളത്തിൽ തന്നെയുള്ള കുറേ സ്കോളേഴ്സ് ഉണ്ട്. പക്ഷേ 60കളിലും 70കളിലും നമ്മുടെ സോഷ്യലിസ്റ്റ് ഫേസിലൊക്കെ വിദേശത്ത് പോകാൻ ആൾക്കാർക്ക് കഴിയില്ലായിരുന്നു അത്ര എളുപ്പമായിട്ട്. നിങ്ങൾ വിദേശത്ത് പോയാലും നിങ്ങൾക്ക് എത്ര ഡോളേഴ്സ് കിട്ടും, എത്ര പൗണ്ട്സ് കിട്ടും, അതൊക്കെ റേഷൻ ചെയ്ത് ഒരു കണക്കിലാണ് ഗവൺമെൻറ് തരുന്നത് അന്നത്തെ കാലത്ത്. അപ്പോൾ അന്നുള്ള കുറേ പുസ്തകങ്ങൾ വായിച്ചാൽ ഇവിടെയുള്ള സോഴ്സസ്, അല്ലെങ്കിൽ മദ്രാസിലും ഡൽഹിയിലും കേരള ആർക്കൈവ്സിലും ഒക്കെ ഉള്ളത് വെച്ചുകൊണ്ട് മാത്രമായിരുന്നു അവർ പഠിച്ചിരുന്നത് ചരിത്രം. പക്ഷേ യൂറോപ്പിലും ഉണ്ട് സോഴ്സസ്. ഇപ്പം കൊച്ചിയുടെ കാര്യം തന്നെ പറഞ്ഞാൽ പോർച്ചുഗീസ് സോഴ്സസ് ഉണ്ട്, ഡച്ച് സോഴ്സസ് ഉണ്ട്. ആ ഭാഷകളാണ് സോഴ്സസ്. അപ്പോൾ ആ ഭാഷകൾ അറിയാവുന്നവർക്കേ അതിനെ ടാക്കിൾ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ബ്രിട്ടീഷുകാരുടെ റെക്കോർഡ്സ് ഉണ്ട് ലണ്ടനിൽ, പിന്നെ അവരുടെ പ്രൈവറ്റ് പേപ്പേഴ്സ് ഉണ്ട്, എഡിൻബ്രയിലുണ്ട്, ഓക്സ്ഫോർഡിലുണ്ട്, ചിലതൊക്കെ അമേരിക്കയിലുണ്ട്. ഇതൊക്കെ നമുക്ക് ഇപ്പോഴാണ് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം ആ ഒരു സമയത്തിൻ്റെയും കൂടെ ചില വ്യത്യാസങ്ങൾ ഹിസ്റ്ററി റൈറ്റിങ്ങിലേക്ക് വരും. ഏർലിയർ ജനറേഷൻസ് ചിലപ്പോൾ ആക്സസ് ഇല്ലാത്ത മെറ്റീരിയൽ ഇപ്പം നമുക്ക് ആക്സസ് കിട്ടുന്നുണ്ട്. പക്ഷെ നമുക്ക് കിട്ടുന്നതുകൊണ്ട് അതിൻ്റെ അർത്ഥം നമ്മളതിനെ പെർഫെക്റ്റ് ചെയ്തൊന്നുമല്ല. ഒരു 10-20 വർഷം കഴിയുമ്പം
നമുക്ക് കാണാൻ പറ്റാഞ്ഞത് അല്ലെങ്കിൽ നമ്മൾ വിട്ടുപോയ ചില കാര്യങ്ങൾ ആ ജനറേഷനിലുള്ള ചരിത്രകാരന്മാർ ദേ വിൽ ബി ഏബിൾ ടു ടീസ് ഇറ്റ് ഔട്ട്. അതൊരു ഇവോൾവിങ് പ്രോസസ്സാണ്. ഓരോ വർഷങ്ങളിങ്ങനെ പോകുമ്പം നമ്മുടെ തന്നെ ഹിസ്റ്റോറിക്കൽ എവല്യൂഷൻ ഇങ്ങനെ ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കും. സോ ദാറ്റ്സ് എ നാച്ചുറൽ പ്രോസസ്സ്. അതുകൂടാതെ ഇപ്പോൾ ഇത്തവണത്തെ ബുക്കിന് ഒരു ലോയറുടെ സഹായം കൂടി വേണ്ടി വന്നു. അതേപോലത്തെ നമ്മുടെ എൻവയോൺമെൻറ്റിലുള്ള ചില അങ്ങനത്തെ ഓബ്സ്റ്റക്കിൾസും നേരിടേണ്ടി വരാറുണ്ടോ സബ്ജക്റ്റ് ചൂസ് ചെയ്യുമ്പോൾ? എനിക്ക് ലോയറുടെ സഹായം വന്നില്ല. ആക്ച്വലി വന്നു. എൻ്റെ ആദ്യത്തെ പുസ്തകം എഴുതിയപ്പം പ്രസന്ന ട്രാൻസ്ലേറ്റ് ചെയ്തതിനൊക്കെ ശേഷം എനിക്ക് കവടിയാർ കൊട്ടാരത്തിൽ നിന്ന് 5 crore ഡെഫമേഷൻ നോട്ടീസ് കിട്ടി. ആ സമയത്ത് എനിക്ക് ലോയറിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. പക്ഷേ അത് എൻ്റെ ലോയർ തിരിച്ച് മറുപടി അയച്ചോടെ ആ സംഭവം അവിടെ നിന്ന്. പിന്നെ ഈ പുസ്തകത്തിൽ നടന്നത് ഞാനായിട്ട് ചെയ്തതല്ല. എൻ്റെ പബ്ലിഷേഴ്സ് ഇത് എഡിറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ അൺഎഡിറ്റഡ് മാനുസ്ക്രിപ്റ്റ് ഒരു വക്കീലിനാണ് അയച്ചു കൊടുത്തത്. അത് ഡൽഹിയിലെ ഒരു ടോപ്പ് വക്കീലിനാണ് കൊടുത്തത്. എനിക്ക് രസം തോന്നിയത് ആ വക്കീൽ ഒരു റിപ്പോർട്ട് അയച്ചു, ഒരു നീണ്ട ഒരു റിപ്പോർട്ട്. അതിനകത്ത് സത്യം പറഞ്ഞാൽ ഓരോ പേജിലും ഇത് മാറ്റണം, അത് മാറ്റണം, ഇത് ഓവർ സെൻസിറ്റീവ് ആവും, അത് ആൾക്കാർക്ക് പിടിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് കുറേ ഇത് തന്നു, ഫീഡ്ബാക്ക് തന്നു. പക്ഷേ പിന്നെ എൻ്റെ എഡിറ്റർ ഒരു വാട്സാപ്പ് മെസ്സേജ് അയച്ചു സെയിങ് ദാറ്റ് ഐ റിയലി എൻജോയ്ഡ് ദ ബുക്ക്. അപ്പോൾ നമ്മൾ ഇത് കൊള്ളാമല്ലോ, ഒന്ന് വൺ ഹാൻഡ് യു എൻജോയ്ഡ് ദ ബുക്ക്, മറ്റേ ഹാൻഡ് യു ക്ലെയിമിംഗ് ദാറ്റ് ഐ നീഡ് ടു ചേഞ്ച് ഓൾ ദീസ് തിങ്സ്. പക്ഷേ ടു ബി ഫെയർ പബ്ലിഷേഴ്സ് പ്രഷറൊന്നും വിട്ടില്ല. അവർ പറഞ്ഞു ലുക്ക്, അവരുടെ ജോലിയും ഇന്നത്തെ കാലത്ത് അവരുടെ ഒരു കടമയാണ്. ഈ ഒരു ക്ലൈമറ്റിൽ റിലിജനെ പറ്റി എഴുതുമ്പം ആൾക്കാർക്ക് സെൻസിറ്റിവിറ്റീസ് കാണും. അത് ക്രിസ്ത്യൻസിനും കാണും, ഹിന്ദുസിനും കാണും, കുറച്ച് ഇസ്ലാമിനെ പറ്റിയുള്ളത് ചിലപ്പോൾ അവർക്കും പിടിക്കില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പം ഇറ്റ്സ് ദെയർ ജോബ് ടു ഗെറ്റ് ഇറ്റ് വെറ്റഡ് ലീഗലി. പക്ഷേ അത് അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടാന്നോ അത് എൻ്റെ ഒരു ഡിസിഷനാണ് ഫൈനലി. അപ്പോൾ ആകെ ഇതിനകത്ത് ഒരു വ്യത്യാസങ്ങൾ വരുത്തിയത് 2 സ്ഥലങ്ങളിലാണ്. ഒന്ന് കുറച്ചൊരു വയലൻ്റ് ആയിട്ടുള്ളൊരു കോട്ടുണ്ടായിരുന്നു, കുറച്ചൊരു അബ്യൂസീവ് ആയിട്ടുള്ളൊരു കോട്ടുണ്ടായിരുന്നു. അതവർ പറഞ്ഞു അതിനെ പാരഫ്രീസ് ചെയ്താൽ മതി, അങ്ങനെ ഇടണ്ട. ആ ഒരു ഹിസ്റ്റോറിക്കൽ ഡോക്യുമെൻറ്റിൽ നിന്നാണ്, പക്ഷേ ആ ഒരു വേണ്ടാത്ത ഭാഷ പുസ്തകത്തിൽ വരണ്ട എന്നുള്ളത് പറഞ്ഞത്. അത് സെഡ് ദാറ്റ്സ് ഫൈൻ, അതൊരു റീസണബിൾ റിക്വസ്റ്റാണ്. അപ്പോൾ അത് മാറ്റി. പിന്നെ വേറെ ഏതോ ഒരു സ്ഥലത്ത് ഏതോ ഒരു ചെറിയൊരു ഹ്യൂമറൈസ്ഡ് ആയിട്ടുള്ളൊരു കാര്യം അതിനെയും കൂടെ ഒന്ന് റീഫ്രേസ് ചെയ്യാൻ പറഞ്ഞതേ ഉള്ളൂ. ആ 2 കാര്യങ്ങൾ ഞാൻ അംഗീകരിച്ചു. പക്ഷേ ബാക്കി 200 odd നോട്ട്സിനെ ഞാൻ ഫുള്ളി റിജക്റ്റ് ചെയ്ത് ഐ സെഡ് ലുക്ക്, ആൾക്കാർ സെൻസിറ്റീവ് ആണ്, നമ്മൾ എത്ര ബെൻഡ് ഓവർ ബാക്ക്വേർഡ്സ് ചെയ്ത ആൾക്കാരുടെ സെൻസിറ്റിവിറ്റീസിനെ അക്കോമഡേറ്റ് ചെയ്ത് എഴുതിയാലും അതിനകത്ത് കുറ്റം അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒഫെൻഡ് ആവാൻ സാധ്യത ആൾക്കാർക്കുണ്ട്. കാരണം ഇന്നത്തെ ക്ലൈമറ്റിൽ എല്ലാവരും ഇങ്ങനെ ഒഫെൻസ് എടുക്കാൻ നോക്കിയിരിക്കുകയാണ്. അപ്പം ദെയർസ് നോ പോയിന്റ്. അപ്പം പറയാനുള്ളത് തന്നെ തുറന്ന് പറയുക. വിൽ സി. ഇത് ഇന്നത്തെ കാലത്ത് എൻ്റെ ഫോമർ ബോസ് ശശി തരൂരിന് ഇലക്ഷൻ സമയത്ത് എപ്പോഴും പറ്റുന്ന ഒരു സംഗതിയാണ്. 1980s എഴുതിയ പുസ്തകങ്ങളുടെ ചില ഭാഗങ്ങൾ ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് എടുത്ത് അപ്പോൾ ഒരു കേസോ അപ്പോൾ ഒരു സോഷ്യൽ മീഡിയ വിവാദം വരും. ഇങ്ങനെ ഒരു ആൾക്കാരെ കുറ്റം പറഞ്ഞു, അല്ലെങ്കിൽ നായർ സ്ത്രീകളെ ഇൻസൾട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ കഥകൾ ആ സമയത്ത് വരും. അപ്പം ഇതും ഇപ്പോൾ എഴുതിയിട്ട് ഞാനിങ്ങനെ കോൺഫിഡൻ്റ്ലി പറയുന്നു, ചിലപ്പം 10 വർഷത്തിന് ശേഷമായിരിക്കും ഇതിനുള്ള പാര എനിക്ക് കിട്ടുന്നത്. ഓക്കെ, അതെപ്പോഴും മനുവിൻ്റെ പുസ്തകത്തിൽ ഞാൻ വിചാരിക്കേണ്ട, മനുവിൻ്റെ പുസ്തകത്തിൽ മനു എഴുതി വെച്ചതിനെ കുറിച്ചിട്ട് വലിയ തർക്കങ്ങളൊന്നും കാണാറില്ല. കാരണം എല്ലാത്തിനും വളരെ റിസർച്ചിൻ്റെ പിൻബലവും വളരെ ഡീപ്പായിട്ടുള്ള നോട്ട്സും ഒന്നും വെറുതെ പറഞ്ഞതായിട്ടുള്ള ഇതില്ല. ഇതിൻ്റെ പിൻബലത്തോടെ തന്നെ എഴുതി വെക്കുന്ന കാരണം അതിനെപ്പറ്റി തർക്കം കാണാറില്ല. പക്ഷേ എപ്പോഴും ഐവറി ത്രോൺ മുതൽ ഈ ഗോഡ്സ് ഗൺസ് ആൻഡ് മിഷണറീസ് വരെ തർക്കം വരുന്നത് മനു വിട്ടുകളഞ്ഞ സാധനങ്ങളെക്കുറിച്ച്, ഈ ഫേമസ് ഒമിഷൻസിനെ പറ്റിയിട്ട് മനുവിന് എന്താ പറയാനുള്ളത്? ഈവൻ ഐവറി ത്രോണിൽ എന്തോ ഒമിഷൻസ് എനിക്ക് മനസ്സിലാകുന്നില്ല. ഫോർ എക്സാമ്പിൾ ആദ്യത്തെ ഐവറി ത്രോണിൽ അവർ പറയുന്നു, കവടിയാറിൽ അവർ പറയും അവരെ ഇൻ്റർവ്യൂ ചെയ്തില്ല. ഞാൻ 6 കൊല്ലം അവരുടെ പുറകെ നടന്നു. എൻ്റെ കയ്യിൽ രേഖാപൂർവ്വ ഇമെയിൽസും ഒക്കെ ഉണ്ട്. സംസാരിച്ചു, ചില അംഗങ്ങളോട് ഞാൻ സംസാരിച്ചു, പക്ഷേ അത് ഓഫ് ദ റെക്കോർഡാണ്. അപ്പം നമുക്ക് അവരെ കോട്ട് ചെയ്യാൻ പറ്റത്തില്ല. അവർ പ്രത്യേകം പറഞ്ഞാണ് ഞങ്ങളെ കോട്ട് ചെയ്യരുത്, ഞങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു തരാം, പക്ഷേ ഞങ്ങളെ പുസ്തകത്തിൽ പേര് വെച്ച് മെൻഷൻ ചെയ്യരുത്. അപ്പം പിന്നെ അതിന് ശേഷം പുസ്തകം 6 വർഷത്തിന് ശേഷം വരുമ്പം ഞങ്ങളുടെ ഭാഷ അല്ലെങ്കിൽ ഞങ്ങളുടെ സൈഡ് ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ കുറേ നടന്നാണ്, രേഖാപൂർവ്വം എൻ്റെ ഇമെയിൽസും ഒക്കെ ഉണ്ട്. പിന്നെ ചിലവർ എന്ത് ചെയ്യുന്നത്, ഇതിനകത്തെ ഈ പറഞ്ഞ പോലെ ഫുട് നോട്ട്സും സോഴ്സസും ഒക്കെ ഉള്ള സ്ഥിതിക്ക് അതിനെ ഡയറക്റ്റ്ലി കൗണ്ടർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വേറെ ഒരു ഇത് വരും, ഇതെല്ലാം ബ്രിട്ടീഷ് ആർക്കൈവ്സിൽ നിന്നുള്ളത്, അതുകൊണ്ട് ഇതിന് വാല്യൂ ഇല്ല, ബ്രിട്ടീഷുകാർ എഴുതി വെച്ചതാണ്. അതൊക്കെ ചുമ്മാ തെറ്റാണ്. കാരണം ബ്രിട്ടീഷ് ആർക്കൈവ്സിൽ ഇരിക്കുന്നു എന്ന് വെച്ചുകൊണ്ട് ആ ഡോക്യുമെൻറ്റ്സ് ബ്രിട്ടീഷുകാരുണ്ടാക്കിയതല്ല. ഇവിടുത്തെ ഒരു തന്നെ അവരുടെ കത്തുകളും അവരുടെ ഡോക്യുമെൻറ്റ്സും തന്നെ അതിൻ്റെ കോപ്പീസ് ബ്രിട്ടനിൽ ഇരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം ട്രാവൻകൂറിലൊരു ദിവാൻ ഉണ്ടായിരുന്നു, നാണുപിള്ള എന്ന് പറഞ്ഞ്. ഇന്ന് അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് പേപ്പേഴ്സും കത്തുകളും ഫയൽസും ഒക്കെ നമുക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ ഡൽഹിയിലെ നെഹ്റു മെമ്മോറിയലിൽ പോയാലേ കിട്ടുള്ളൂ. അതിൻ്റെ അർത്ഥം അത് ഡൽഹി റെക്കോർഡ്സ് ആണോ? അല്ല, ഒരു മലയാളി ദിവാൻ്റെ കേരളത്തിൽ തന്നെ ഉണ്ടായ റെക്കോർഡ്സാണ്. ഇന്ന് അത് ഡൽഹിയിൽ ഇരിക്കുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ചിത്രപെരുന്നാളിൻ്റെയും അന്നത്തെ ആൾക്കാരുടെ തന്നെ കത്തുകളാണ് ബ്രിട്ടനിൽ ഇരിക്കുന്നത്. പക്ഷേ അവർ പറയും അത് എന്തോ ആ റെക്കോർഡ്സിന് തന്നെ എന്തോ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒന്ന് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. പിന്നെ ഒമിഷൻസിൻ്റെ കാര്യം അത് ഓരോരുത്തരുടെ വായിക്കുന്നവരുടെ ഒരു
അവരുടെ ഐഡിയോളജിക്കൽ പൊസിഷൻ അല്ലെങ്കിൽ അവർ വരുന്ന ആ ഒരു കോണ്ടെക്സ്റ്റിൽ നിന്നും കൂടെ അവർക്ക് തോന്നും ഓ ഇതിൽ എന്താ ഇല്ലാത്ത അതെന്താ ഇല്ലാത്തതെന്ന്. അപ്പോൾ ഈ പുസ്തകം വന്നപ്പോൾ ഒരാൾ എൻ്റെ എക്സ്-ബോസിന് ഇമെയിൽ അയച്ചു ചെന്നൈയിൽ നിന്ന്, ദിസ് ഇസ് ഹൈലി ആൻറ്റി ബ്രാഹ്മിൻ ബുക്ക്. വേറെ ഒരാൾ എന്നോട് ഇപ്പം ഗോവയിൽ പോയപ്പോൾ പറഞ്ഞു ഇറ്റ്സ് ദിസ് എൻ ആൻറ്റി ക്രിസ്ത്യൻ ബുക്ക്. അപ്പോൾ ഇത് ഏത് ആൻറ്റിയാണെന്ന് ആദ്യം ആൾക്കാർ തീരുമാനിക്കട്ടെ, അതിനുശേഷം നമുക്ക് വി കൻ ഡിസൈഡ് വാട്ട് ഐ ഹവ് ഒമിറ്റഡ് ആൻഡ് വാട്ട് ഐ ഹാവൻറ്റ് ഒമിറ്റഡ്. അതങ്ങനത്തെ പക്ഷേ വന്നുകൊണ്ടിരിക്കും. അത് ആര് എഴുതിയാലും എൻ്റെ പുസ്തകങ്ങൾ മാത്രമല്ല, ഇപ്പോൾ നിങ്ങളിപ്പോൾ സോഷ്യൽ മീഡിയയിലെ വിവാദങ്ങൾ തന്നെ നോക്കിയാൽ ദേ മേക്ക് ഇറ്റ് സൗണ്ട് ലൈക്ക് ഹിസ്റ്റോറിയൻസിന് എന്തോ ഒരു കൺസ്പിറസി ഉണ്ടായിരുന്നു, ചില കാര്യങ്ങൾ ഒതുക്കി വെക്കുക, ചില കാര്യങ്ങളെ പൊക്കി പറയുക എന്നൊക്കെയുള്ള ഒരു കൺസ്പിറസി പോലെ. അത് കൺസ്പിറസി ആയിട്ടല്ല അല്ല, അഗൈൻ ഓരോ ജനറേഷൻസും ഓരോ കാഴ്ചപ്പാടിൽ കൂടെയാണ് ഹിസ്റ്ററിയെ നോക്കുന്നത്. നൗ ദ ടെസ്റ്റ് ഈസ് അതിൻ്റെ ക്വാളിറ്റി നല്ലതാണെങ്കിൽ ഇറ്റ് വിൽ സ്റ്റാൻഡ് ദ ടെസ്റ്റ് ഓഫ് ടൈം. അപ്പോൾ 70s എഴുതിയ പുസ്തകമാണെങ്കിലും ഹൈ ക്വാളിറ്റി പുസ്തകമാണെങ്കിലും ഇന്നും നമുക്കത് വായിക്കാം. പക്ഷേ വേറെ കുറേ പുസ്തകങ്ങളുണ്ട് നമ്മൾ ഇന്നത് മറന്നുപോയി, കാരണം ഇറ്റ് ഡസൻ സ്റ്റാൻഡ് ദ ടെസ്റ്റ് ഓഫ് ടൈം. അതാണ് അതിൻ്റെ ഒരു ബെറോമീറ്റർ. അല്ലാതെ ഈ ആൾക്കാർ ഇങ്ങോട്ട് ഇത് ചെയ്തില്ല അത് ചെയ്തില്ല എന്ന് പറയുന്നതല്ല. ഈ ഫാബ്രിക്കേറ്റഡ് ഹിസ്റ്ററിയുടെ ഇതിനൊക്കെ ആയിരിക്കാം ഈ പറയുന്നത് അല്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അത് എത്ര ഫാബ്രിക്കേറ്റ് ചെയ്താലും കുറച്ച് ടെസ്റ്റ് ഓഫ് ടൈം സ്റ്റാൻഡ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ അത് നിലനിൽക്കുള്ളൂ എന്നാണ് മനു പറയുന്നത്. ഇനി ഇന്നലെ വന്ന സ്ക്രോളിലെ ആർട്ടിക്കിൾ ഞാൻ വായിച്ചിരുന്നു കേട്ടോ, ആ റിവ്യൂ മറ്റേ വളരെ നന്നായി ചെയ്തിട്ടുണ്ട്. ശുഭം ശർമ്മ വളരെ നന്നായിട്ടൊരു ഇത് വന്നിട്ടുണ്ട് പുസ്തകത്തിനെ പറ്റിയിട്ട്. അപ്പോൾ അതിൽ വളരെ ആ പുസ്തകത്തിൻ്റെ വളരെ ക്രിസ്റ്റലൈസ് ചെയ്ത് വളരെ നന്നായി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ പുസ്തകം നോക്കിയപ്പോൾ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു ഭാഗം അതിൽ കണ്ടുമില്ല. ഈ ഐഡൻറ്റിറ്റി ഫോം ചെയ്യുന്ന ഒരു ഹിന്ദു ഐഡൻറ്റിറ്റി ഫോം ചെയ്യുന്നതിൻ്റെയൊക്കെ അതിൽ ഈ പിൽഗ്രിമേജ് ഒരു നെറ്റ്വർക്ക്, പിൽഗ്രിമേജ് ഒരു ജോഗ്രഫി വഹിച്ച പങ്ക്, ഇപ്പോൾ ഈ നമ്മുടെ #, കുംഭൊക്കെ നടക്കുന്ന സമയത്ത് അതിൻ്റെ പശ്ചാത്തലത്തിൽ ആ പിൽഗ്രിമേജ് ജോഗ്രഫിയുടെ ഇതൊന്ന് പറയാമോ മനു? അതിന് സീക്രട്ട് ജോഗ്രഫി എന്നാണ് പറയുന്നത്. ഇപ്പോൾ പണ്ടുള്ളവർക്ക് ഈ നാഷണലിസം എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഇല്ല. അപ്പോൾ ഇന്ത്യ ഒരു വളരെ ഡൈവേഴ്സ് സ്ഥലമാണ്. ഇപ്പോൾ കേരളത്തിനുള്ളിൽ തന്നെ എല്ലാവർക്കും നമ്മൾ മലയാളികളാണെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനത്തെ ഒരു യുണൈറ്റഡ് ഐഡൻറ്റിറ്റി അല്ല. അറിയാം എല്ലാവരും മലയാളികളാണെന്ന്, പക്ഷേ അതിനുള്ളിൽ തന്നെ കുറേ വ്യത്യാസങ്ങളുണ്ട്. ആ ഭാഷയ്ക്ക് തന്നെ പല പല സ്ഥലങ്ങളിൽ വേരിയേഷൻസ് വരും. ഇപ്പോൾ തൃശ്ശൂർ ഭാഷയല്ല തിരുവനന്തപുരത്ത് സംസാരിക്കുന്നത്, എൻ്റെ ഭാഷ എവിടത്തെയാണെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ എന്തോ ഒരു കുഴഞ്ഞൊരു ഭാഷയാണ് എൻ്റെ. അപ്പോൾ അങ്ങനെ ഓരോ സ്ഥലങ്ങളും അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിൽ നാഷണലിസം ഇല്ല, പക്ഷേ ആൾക്കാർക്കൊരു സെൻസ് ഓഫ് എ ഷെയർഡ് ഹോംലാൻഡ് ഉണ്ട്. അതുണ്ടായി വരുന്നത് ടു എ ഗ്രേറ്റ് എക്സ്റ്റെൻറ്റ് പല കാരണങ്ങളും കാണും. പക്ഷേ വൺ ഓഫ് ദ കാരണങ്ങൾ ഈസ് ഈ സീക്രട്ട് ജോഗ്രഫി. എന്ന് വെച്ചാൽ അമ്പലങ്ങളും ഈ പിൽഗ്രിമേജ് നെറ്റ്വർക്ക്സ് വഴി വളരെ ദൂരെ കിടക്കുന്ന സ്ഥലങ്ങളെയൊക്കെ ഒരു നെറ്റ്വർക്കിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കേരളത്തിൽ അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ ഇരിക്കുന്നവർക്ക് ഈ കാശി എവിടെയാണെന്ന് അറിയത്തില്ലായിരിക്കും. ജോഗ്രാഫിക്കലി അവർ മാപ്പ് മുമ്പ് വെച്ച് കാശി എവിടെയാണെന്ന് കാണിക്കാൻ പറഞ്ഞാൽ അവർക്ക് അറിയില്ലായിരിക്കും. പക്ഷേ കാശി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അതിനൊരു വിലയുള്ള സ്ഥലമാണ്, അതിനൊരു അർത്ഥമുള്ള സ്ഥലമാണ്. ആ അർത്ഥം എന്താണെന്ന് പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയ ആൾക്കാർ തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്. അല്ലാതെ കാശി അവരുടെ ഇരിക്കുന്നവർക്ക് മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന ആൾക്കാർക്കും അറിയാം കാശിയുടെ ഒരു ഇമ്പോർട്ടൻസും സിഗ്നിഫിക്കൻസും. പിന്നെ കഥകൾ വഴി ഒരുപാട് ഡൈവേഴ്സായിട്ട് സ്ഥലങ്ങളെ ചേർക്കാൻ പറ്റും. ഫോർ ഇൻസ്റ്റൻസ് ശിവൻ സതിയുടെ ശവം വെച്ച് ഡാൻസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഓരോ ബോഡി പാർട്സ് വീഴുന്ന ഒരു കഥയുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഒരു കാല് ചിലപ്പം നോർത്ത് ഈസ്റ്റിലായിരിക്കും, അസാമിലായിരിക്കും, വേറെ ഒരെണ്ണം കാശ്മീരിലായിരിക്കും, ഒരു കൈ ചിലപ്പം ബീഹാറിലായിരിക്കും, സൗത്ത് ഇന്ത്യയിൽ തമിഴ്നാട്ടിലുണ്ട്. അങ്ങനെ ഇത്രയും ഡിസ്പാരറ്റ് ആയിട്ടുള്ള ഡൈവേഴ്സ് കൺട്രിയിൽ ഇത്രയും ഡിഫറെൻറ്റ് സ്ഥലങ്ങളിൽ കിടക്കുന്ന അമ്പലങ്ങളും അവിടുത്തെ ലെജൻസിനെയൊക്കെ യുണൈറ്റ് ചെയ്ത് ഒരു കഥയുടെ ഭാഗമാക്കുമ്പം അതിനൊരു സീക്രട്ട് ജോഗ്രഫിയുടെ ഭാഗമായിട്ട് വരും. അപ്പോൾ ആൾക്കാർ ഈ പിൽഗ്രിമേജ് നെറ്റ്വർക്ക്സിൽ പോകുമ്പം ഇത് ഉദ്ദേശിച്ചിട്ടുണ്ടാണ് പോകുന്നത്. ഇപ്പോൾ തമിഴ്നാട്ടിലുള്ളവർക്ക് ചിലപ്പോൾ തമിഴ് അമ്പലങ്ങളായിരിക്കും ഒരു കോർ പിൽഗ്രിം നെറ്റ്വർക്ക്, ശ്രീരംഗം കാണും, രാമേശ്വരം കാണും, അങ്ങനെയൊക്കെ കാണും. പിന്നെ ഒരു നെക്സ്റ്റ് സോണിലായിരിക്കും തിരുപ്പതിയൊക്കെ വരുന്നത്. പിന്നെ ഒരു ഫെർദർ സോണിലാണ് ദ്വാരകയും കാശിയും ഒക്കെ വരുന്നത്. അപ്പോൾ ആൾക്കാർക്കൊരു ഇപ്പോഴത്തെ പോലത്തെ ഒരു ജോഗ്രാഫിക്കൽ മാപ്പ് ഇല്ലെങ്കിലും ഒരു സീക്രട്ട് ജോഗ്രഫിയുടെ ഒരു സെൻസ് ഓഫ് ഐഡൻറ്റിറ്റി അത് കൂടെ ഉണ്ട് ആൾക്കാർക്ക്, വിച്ച് ഇസ് ഐ തിങ്ക് ക്വൈറ്റ് ഫാസിനേറ്റിംഗ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ ഹിസ്റ്ററിയിലും നമ്മുടെ ഒരു ഹിസ്റ്റോറിക്കൽ ട്രഡീഷനിൽ ഇപ്പോഴത്തെ പോലത്തെ ഫുട് നോട്ട്സ് എഴുതി രേഖകൾ വെച്ച് എഴുതുന്ന ചരിത്രമല്ല. കാരണം അന്ന് പുസ്തകങ്ങൾ വെച്ചല്ല, കഥകൾ വെച്ച്, ഓറൽ നാരറ്റീവ്സ് വെച്ചാണ് ആൾക്കാർ മുന്നോട്ട് അവരുടെ ഒരു സെൻസ് ഓഫ് ഐഡൻറ്റിറ്റിയും ഹിസ്റ്ററിയും ഡെവലപ്പ് ചെയ്യുന്നത്. അതിന് ഈ കഥകളും ലെജൻസും ലോറും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് കഥകളിൽ കൂടെയാണ് ആ ഒരു ചിലപ്പോൾ ഒക്കെ ഈ ചില ഓക്വേർഡ് സമയങ്ങളിൽ കഥകളിൽ കൂടെ അതിനെ ബൈപ്പാസ് ചെയ്യാൻ പറ്റും. ഈ പുസ്തകം തുടങ്ങുന്നത് തന്നെ ഈ ജയ്പൂരിലെ ഒരു രാജാവ് ഉണ്ടായിരുന്നു, മാധവ് സിംഗ് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ക്വീൻ വിക്ടോറിയ മരിച്ചതിന് ശേഷം ക്വീൻ വിക്ടോറിയയുടെ മകനാണല്ലോ അടുത്ത ബ്രിട്ടീഷ് എംപററും കിങ്ങും ഒക്കെ ആവുന്നത്.
അപ്പോൾ ആ സമയത്ത് ഇന്ത്യയിലുള്ള രാജാക്കന്മാരെയൊക്കെ ക്ഷണിച്ചു അവിടുത്തെ കോറനേഷൻ സെറമണി ലണ്ടനിൽ. അപ്പോൾ അന്നൊരു വിശ്വാസമുണ്ടല്ലോ, ഈ കാലാപാനി ക്രോസ് ചെയ്ത് കടൽ ക്രോസ് ചെയ്ത് എങ്ങും പോകരുതെന്നുള്ള ഒരു വിശ്വാസമുണ്ട്. പക്ഷേ മാധവ് സിംഗിന് പോകണമെന്നുമുണ്ട്. അപ്പോൾ അദ്ദേഹം ചെയ്തു, കോർട്ടിലുള്ള ബ്രാഹ്മണന്മാരെയൊക്കെ വിളിച്ച് പറഞ്ഞു, ഇതാ ഇങ്ങനെ ഒരു ക്ഷണം വന്നിട്ടുണ്ട്, പോയേ തീരൂ, അതുകൊണ്ട് എങ്ങനെയെങ്കിലും എൻ്റെ ജാതി ഭ്രഷ്ടാവാത്ത രീതിയിൽ എനിക്ക് പോയി തിരിച്ചു വരാവുന്ന ഒരു വഴി കണ്ടുപിടിക്കണം എന്ന്. അപ്പോൾ ഈ ബ്രാഹ്മണന്മാരൊക്കെ തിരിച്ചു പോയി കുറച്ചൊക്കെ ആലോചിച്ചിട്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ഇതാ ഇങ്ങനെ ചെയ്യാം, നിങ്ങൾ ഇപ്പോൾ ഈ മാധവ് സിംഗിന് ഒരു ഇഷ്ടദൈവതമല്ല, ശ്രീഗോപാൽജി എന്ന് പറഞ്ഞ കൃഷ്ണൻ്റെ രൂപമാണ്, ഒരു മൂർത്തിയാണ്. അപ്പോൾ അവർ തീരുമാനിച്ചു ഇംഗ്ലണ്ടിലേക്ക് ശ്രീകൃഷ്ണനാണ് പോകുന്നത്, ശ്രീഗോപാൽജിയാണ് പോകുന്നത്. മാധവ് സിംഗ് അദ്ദേഹത്തിനെ ഫോളോ ചെയ്യുന്ന പോലെ, അദ്ദേഹത്തിൻ്റെ ഭക്തൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിനെ സേവിക്കാൻ വേണ്ടി കൂടെ പോകുന്നു എന്നുള്ള രീതിയിലാണ് അവരതിനെ ഷേപ്പ് അപ്പ് ചെയ്തെടുത്തത്. അപ്പോൾ അവർ ആദ്യം ചെയ്തത് എന്താ, എല്ലാവരും ബോംബെയിലേക്ക് പോയി. ബോംബെ പോയിട്ട് ആരും ഉപയോഗിക്കാത്ത ഒരു കപ്പൽ കണ്ടുപിടിച്ചു. അപ്പോൾ കപ്പൽ ശുദ്ധമാണ്. പിന്നെ ഗംഗാജലവും ഗോമൂത്രവും ഒക്കെ ഇട്ട് അതിനെ ശുദ്ധീകരിച്ചു. പിന്നെ അവർ പുരാണങ്ങളും രാമായണവും ഒക്കെ നോക്കി ശ്രീരാമൻ ലങ്കയിലേക്ക് പോകുന്നതിന് മുമ്പ് രാമേശ്വരത്തെ കടൽ തീരത്ത് എന്താ ചെയ്തതെന്ന് കണ്ടുപിടിച്ചുകൊണ്ട് ആ സെയിം സോക്കോൾഡ് സെയിം ചടങ്ങുകൾ, അപ്പോൾ സ്വർണവും വെള്ളിയും ഒക്കെ കടലിലേക്ക് ഇട്ട് കടലിനെ പൂജിച്ച് പിന്നെ അവർ കപ്പലിലേക്ക് കയറി 3 വലിയ വെള്ളി ഏൺസിനകത്ത് ഗംഗാജലം കൊണ്ടുവന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ രാജാവിന് ഇംഗ്ലണ്ടിൽ പോയിട്ട് ഇംഗ്ലണ്ടിലെ വെള്ളം കുടിക്കേണ്ട കാര്യമില്ല. ഗംഗാജലത്തിൽ കോൺസ്റ്റൻ്റ്ലി ശുദ്ധം, അകത്തുനിന്നും പുറത്തുനിന്നും ശുദ്ധമാവുന്ന രീതിയിൽ അത്രയും വെള്ളം എടുത്തുകൊണ്ട് പോയ വഴിക്ക് ഏതോ സമയത്ത് ഈ വലിയ കാറ്റുമൊക്കെ അടിച്ച്, കൊടുങ്കാറ്റ് പോലൊക്കെ അടിച്ച് കപ്പൽ സിങ്ക് ആവുന്നൊരു പേടിയുണ്ടായിരുന്നു, മെഡിറ്ററേനിയനിലോ എന്തോ. അപ്പം ആ കൂടെ പോയ ബ്രാഹ്മണന്മാരെ പറഞ്ഞു, ഇത് ദൈവങ്ങൾക്ക് കുറച്ച് ദേഷ്യം വരുന്നു രാജാവ് ഇങ്ങനെ പോകുന്നതുകൊണ്ട്, അതുകൊണ്ട് സീ ഗോഡ്സിനെ മോളിഫൈ ചെയ്യാൻ വേണ്ടി ആ ഗംഗാജലത്തിൻ്റെ ഒരു പാത്രം മൊത്തം എടുത്ത് വെള്ളത്തിനകത്ത് ഇട്ടു. അപ്പം അങ്ങനെ അതും കൂടെ ചെയ്തിട്ടാണ് ഇംഗ്ലണ്ട് എത്തിയത്. അവിടെ എത്തുമ്പോഴും ശ്രീഗോപാൽജിയാണ് ആദ്യത്തെ കാരേജിലിരിക്കുന്നത്. രാജാവ് പുറകിൽ ഫോളോ ചെയ്യുവാണ്, ലിറ്ററലി ഫോളോ ചെയ്യുവാണ്. അങ്ങനെ പോയിട്ടാണ് ഇദ്ദേഹം അവസാനം തിരിച്ചു വന്നത്. അപ്പം സത്യം പറഞ്ഞാൽ കാലാപാനി ക്രോസ് ചെയ്യരുത്, പക്ഷെ ക്രോസ് ചെയ്യേണ്ട ഒരു സന്ദർഭം വന്നപ്പം അതിനെ ചെയ്യാൻ ഒരു കഥ പോലെ ഒരു സിസ്റ്റം ഉണ്ടാക്കി അദ്ദേഹത്തിന് പോയിട്ട് തിരിച്ചു വരാവുന്ന രീതിയിൽ വന്ന് ജാതിയും ഭ്രഷ്ടമായില്ല, ഒന്നും ഭ്രഷ്ടമാവാത്ത രീതിയിൽ തിരിച്ചു കൊണ്ടുവന്നു. ആൻഡ് അത് ഹിന്ദുസത്തിൽ മാത്രമല്ല എല്ലാ റിലീജിയൻസിലും ഉണ്ട് ഇൻ ഡിഫറെൻറ്റ് ഡിഗ്രീസ്. പക്ഷെ ഇത് ബിക്കോസ് ദിസ് ഇസ് എ സ്റ്റഡി ഓഫ് ഹിന്ദുയിസം, ഇന്ത്യൻ കൾച്ചർ ഇത് ഈ സ്റ്റോറി ടെല്ലിങ്ങും ഇങ്ങനത്തെ ചില ക്രിയേറ്റീവായിട്ടുള്ള റിച്വൽസും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്നലെ ഞാൻ ഇതുവഴി എയർപോർട്ടിൽ നിന്ന് വന്നുകൊണ്ടിരുന്ന സമയത്ത് വണ്ടി ഓടിച്ച ആളെന്നോട് പറയുമായിരുന്നു, ഇവിടെ തന്നെ നിങ്ങളുടെ പൂർണ്ണത്രേഷ്യൻ്റെ അമ്പലത്തിൽ പണ്ട് കത്തിപ്പോയല്ലോ ഒരു 100 വർഷം മുമ്പ് 1920. ഇപ്പോൾ അമ്പലം കത്തി ഉത്സവം എന്ന് പറഞ്ഞ ഒരു പ്രത്യേക ഉത്സവമുണ്ട്. ഞാൻ വേറെ ഈ പുസ്തകത്തിലൊരു കഥയുള്ളത്, ആലപ്പുഴയിലെ ഒരു അമ്പലമുണ്ട് മുരുകൻ്റെ. അവിടെ ഏതോ ഒരു സമയത്ത് ഒരു കുട്ടിക്ക് വയ്യാതായപ്പം ആരോ പറഞ്ഞു ഇങ്ങനെ പോയി മുരുകൻ എന്തെങ്കിലും ഒരു ഓഫറിങ് കൊടുക്കണമെന്ന്. സാധാരണ വല്ല പായസമോ പാലോ പൂവോ ഒക്കെ ആയിരിക്കും ആൾക്കാർ കൊടുക്കുന്നത്. ഈ കുട്ടിയുടെ കയ്യിൽ ഒരു മഞ്ച് ചോക്ലേറ്റ് ഉണ്ടായിരുന്നു, ആ ചോക്ലേറ്റ് വെച്ച് കൊടുത്തു. എന്നിട്ട് കുട്ടിയുടെ ദിനം അടുത്ത ദിവസം മാറിയെന്ന കഥ. അപ്പോൾ അന്ന് മുതൽ ഇപ്പോൾ എല്ലാവരും അമ്പലത്തിൽ മഞ്ച് ചോക്ലേറ്റാണ് കൊടുക്കുന്നത്. മഞ്ച് ചോക്ലേറ്റിൻ്റെ മാലയും മഞ്ച് ചോക്ലേറ്റിൽ തുലാഭാരം ചെയ്യുമല്ലോ, അതൊക്കെ മഞ്ച് ചോക്ലേറ്റാണ് ചെയ്തത്. ആ ദൈവത്തിനെ തന്നെ മഞ്ച് മുരുകൻ എന്നാണ് പറയുന്നത്. ഇപ്പം അത് ഗൂഗിൾ ചെയ്താൽ ഞങ്ങൾക്ക് മഞ്ച് മുരുകൻ്റെ പടങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ അത് ഒരു അൺയൂഷ്വൽ ആയിട്ടുള്ള കാര്യമല്ല. ഐ തിങ്ക് ഇങ്ങനെയാണ് കൾച്ചേഴ്സ് ഇവോൾവ് ചെയ്യുന്നത്. And that is what is so fascinating about even identity formation. അപ്പോൾ ഈ മനുവിൻ്റെ ഞാൻ വിചാരിക്കും മനുവിൻ്റെ ഏറ്റവും ചരിത്രമെഴുത്ത് എന്നുള്ളതിലേക്ക് ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. അതിലത്തെ ക്യാരക്ടേഴ്സൊന്നും മനുഷ്യരാണെന്ന് തന്നെ നമുക്ക് തോന്നില്ല. ഏതെങ്കിലും ഒരു വികാരമേ അവർക്കുണ്ടാവുള്ളൂ. ഇപ്പോൾ പൃഥ്വിരാജ് ചൗഹാൻ, ശിവജി, റാണി ലക്ഷ്മിബായി, അല്ലെങ്കിൽ ഇവിടെ മാർത്താണ്ഡവർമ്മ, ഇവരൊക്കെ വളരെ വീരശൂര പരാക്രമികളാണ്. അവർക്ക് വേറൊന്നുമില്ല. മനുവിൻ്റെ വേ ഓഫ് സ്റ്റോറി ടെല്ലിങ്ങിൽ ഈ അനെക്ഡോട്ട്സ്, വളരെ ഭംഗിയായിട്ടുള്ള കുറേ കഥകൾ, ഈ മനുഷ്യൻ്റെ ഇവരെല്ലാം സാധാരണ മനുഷ്യന് അവനവൻ്റെ അന്നന്നത്തെ പ്രശ്നങ്ങൾ, രാജാക്കന്മാരുടെ പ്രശ്നം വേറെ ആയിരിക്കാം, പക്ഷെ അത് നാവിഗേറ്റ് ചെയ്യാനുള്ള ചില സൂത്രപ്പണികളും ചെറിയ ആ ഒരു ഹ്യൂമൻ എലിമെൻറ്റ്, ഈ ഒരു 3D എഫക്റ്റ് ഈ മനുഷ്യരിലേക്ക് കൊണ്ടുവന്നതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്നാണ് ആ റീഡബിലിറ്റി കിട്ടുക. ഈ അനിക്ഡോട്ട്സ് മനുവിനെ എവിടെ നിന്നാണ് ഇത്രയും ഇത് കിട്ടുന്നത്? അത് തേടി പോവുകയാണോ അതോ മനുവിനെ തേടി ഇതേപോലെ വഴിയിൽ വരണ വഴിക്ക് ഒരാൾ പറഞ്ഞു അങ്ങനെയാണോ? ഈ ഹിസ്റ്റോറിക്കൽ ഫിഗേഴ്സിനെ മനുഷ്യരാന്ന് കാണിച്ചുകൊണ്ട് തന്നെയാണ് എനിക്ക് ആദ്യം 5 കോടിയുടെ ഡെഫിനേഷൻ നോട്ടീസ് കിട്ടിയത്. എല്ലാവർക്കും ഇഷ്ടം ഹിസ്റ്റോറിക്കൽ ഫിഗേഴ്സ് ഇങ്ങനെ ഓൾമോസ്റ്റ് ദൈവങ്ങളെ പോലെ ഒരു ബിംബം അല്ലെങ്കിൽ ഒരു പ്രതിമയെ പോലെ നമ്മളിങ്ങനെ പൊക്കി വെച്ച് ഓൾമോസ്റ്റ് പൂജിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ്. ദാറ്റ് ഇസ് ഓക്കെ, ആൾക്കാർക്ക് അങ്ങനെയാണെങ്കിൽ ആയിക്കോട്ടെ. പക്ഷെ നമ്മൾ ഹിസ്റ്ററി പഠിക്കുമ്പോൾ അങ്ങനെയല്ല. അവർ മനുഷ്യർ തന്നെയായിരുന്നു, മനുഷ്യരുടേതായ ചില ലിമിറ്റേഷൻസ് ഒക്കെ അവർക്കുണ്ടായിരുന്നു. നമ്മളിപ്പം നമ്മുടെ തന്നെ ജീവിതം
ഇപ്പം ഒരു 80 ഇയേഴ്സിൽ നമ്മളോട് പറയാം നമ്മുടെ ഒരു ഓട്ടോബയോഗ്രഫി എഴുതാൻ. അപ്പം നമ്മൾ കുഞ്ഞിലേ മുതൽ ആ 80 ഇയേഴ്സ് വരെ എത്തുന്ന കഥ ഒരു ലീനിയർ രീതിയിൽ ഇത് നടന്നു, അത് കാരണം ഇത് നടന്നു. നമ്മുടെ തന്നെ ബ്രെയിൻ എല്ലാത്തിനും ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു ഫ്ലോ ഉണ്ടാക്കിയിട്ടാണ് ആ ഒരു നമ്മുടെ സ്വന്തം ജീവിതത്തിന് ഒരു അർത്ഥം കൊടുക്കുന്നത്. അപ്പം നമ്മൾ ഒരു സാധാരണക്കാരന് അങ്ങനെ തന്നെ ഹൈൻസൈറ്റിൽ അല്ലെങ്കിൽ പുറമോട്ട് നോക്കുമ്പോൾ അത്രയും ഒരു ലീനിയർ രീതിയിൽ ഒരു ഇത് ഉണ്ടാക്കാൻ പറ്റുമ്പം, അതുപോലെ തന്നെ ഹിസ്റ്റോറിക്കൽ ഫിഗേഴ്സ് നമ്മളിപ്പോൾ ഇരിക്കും നമുക്ക് തോന്നും അവർ ചെയ്തതെല്ലാം വളരെ പ്ലാൻ ചെയ്ത് അവരുടെ ഗ്രേറ്റ്നെസ് കാരണം ഇങ്ങനെ ചെയ്തെടുത്തതാണെന്ന്. അല്ല, അവരുടെ സന്ദർഭത്തിലെ റെക്കോർഡ്സോ ആക്ച്വൽ നമ്മൾ സ്റ്റഡി ചെയ്ത് നോക്കിയാൽ അവർ ഓരോ സന്ദർഭത്തിലും അവർക്കും ഡൗട്ട്സ് ഉണ്ടായിരുന്നു. ഏത് വഴി പോകണമെന്ന് ഒരു കൃത്യതയില്ലായിരുന്നു. പിന്നെ ഒരു വഴി തേടിയെടുത്തു, ദാറ്റ് വർക്ക്ഡ് ഔട്ട്, അതുകൊണ്ട് അടുത്ത ലെവലിലേക്ക് പോയി. അങ്ങനെയാണ് എല്ലാവരുടെയും ജീവിതം ഇവോൾവ് ചെയ്യുന്നത്. പക്ഷേ ആ ഒരു ഹ്യൂമൻ എലിമെൻറ്റിൽ എനിക്ക് പണ്ടേ താല്പര്യമുണ്ട്. ഫോർ എക്സാമ്പിൾ, ഞാൻ എപ്പോഴും പറയുന്ന ഒരു കഥയാണ്. എൻ്റെ അമ്മൂമ്മേനോട് ഒരിക്കൽ പറഞ്ഞു. അമ്മ വളരെ ഓപ്പണാണ്, അപ്പം എനിക്ക് കഥകളൊക്കെ ഒരുപാട് അറിയാം. അമ്മൂമ്മയുടെ ഒക്കെ കുഞ്ഞിലെ അന്നൊരു കസ്റ്റം ഉണ്ടായിരുന്നല്ലോ, സ്ത്രീകൾക്ക് പീരിയഡ്സ് വരുമ്പോൾ മാറിയിരിക്കണം, ഒരു പ്രത്യേക മുറിയിലേക്ക് മാറിയിരിക്കണം. അപ്പം ഇതാണ് പറയുന്നത്, നമ്മൾ ഈ വലിയ റിബല്യസ് ആയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ ഫിഗേഴ്സിനെ നോക്കേണ്ട കാര്യമില്ല. ഓരോ കുടുംബങ്ങളിൽ തന്നെ ഉണ്ട് റിബല്യസ് ആയിട്ടുള്ള അമ്മൂമ്മമാരും അപ്പൂപ്പന്മാരും ഒക്കെ. അപ്പോൾ അമ്മൂമ്മ പറയുമായിരുന്നു, അങ്ങനെ മാറിയിരിക്കുമ്പം വേറെ ഒരു കെട്ടിലാണ് കഴിക്കാനൊക്കെ എല്ലാവരും പോകുന്നത്. അവിടെ അപ്പം അമ്മൂമ്മയ്ക്ക് പോകാൻ പറ്റില്ല, ഭക്ഷണം ഇവിടെ വന്ന് ഈ മുറിയിൽ തന്നെയാണ് ഇരുന്ന് കഴിക്കുന്നത്. അപ്പം ബാക്കി എല്ലാവരും അവിടെ പോയി കഴിക്കാനിരിക്കുമ്പോൾ അമ്മൂമ്മ ഈ മുറിയിൽ നിന്ന് ഇറങ്ങി പോയിട്ട് അച്ഛൻ്റെ ഡെസ്കും അച്ഛൻ്റെ മുണ്ടും അറയിലും പത്തായത്തിലും എല്ലാം തൊട്ട് എല്ലാത്തിനെയും ബ്രഷ്ടാക്കി വന്ന് ഒളിച്ച് പിന്നെ ഇതിനകത്തിരിക്കും. ഞാൻ വിചാരിച്ചു നോക്കിയത് എൻ്റെ അമ്മൂമ്മയുടെ ഒരു റിബല്യസ് നേച്ചറായിരിക്കും. അപ്പോഴിരിക്കുമ്പോഴാണ് ദേവകി നിലയങ്കോടിൻ്റെ ഒരു പുസ്തകം വായിച്ചത്. ദേവകി നിലയങ്കോട് മലയാളം മെമ്മേഴ്സാണ്. അത് ഒരു നമ്പൂതിരി സ്ത്രീയാണ്, ഒരു അന്തർജനമാണ്. അവർ ആ പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഈ മുറിയിൽ ഈ പീരിയഡ്സ് വന്നിരിക്കുമ്പം ഐസൊലേറ്റ് ചെയ്തിരിക്കുന്ന മുറിയിലാണ് ഈ അന്തർജനങ്ങൾക്ക് അന്ന് വായിക്കാൻ പാടില്ല, പത്രങ്ങൾ വായിക്കരുത്, മാഗസീൻ തൊട്ടും വായിക്കരുത്, ഇതൊക്കെ മോശമായ കാര്യങ്ങളാണെന്നുള്ള ഒരു കാലമാണത്. അപ്പോൾ ആ സമയത്ത് ഈ മുറിയിൽ ഇരിക്കുമ്പോഴാണ് ആണുങ്ങളൊന്നും അവിടെ വരത്തില്ല. അതുകൊണ്ട് ഈ മുറിയിൽ ഇരിക്കുമ്പോഴാണ് അവർ പുസ്തകങ്ങളും ന്യൂസ് പേപ്പേഴ്സും മാഗസീൻസും ഒക്കെ ഇരുന്ന് വായിക്കുന്നത്. പക്ഷേ അറ്റ് ദ സെയിം ടൈം അപ്പോൾ അവരൊരു പേട്രിയാക്കിയെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു മുറിക്കകത്താണ് ആ പേട്രിയാക്കി അവർ സപ്പോർട്ട് ചെയ്യുന്നത്, ഒരു ചെറിയ രീതിയിൽ. പക്ഷേ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. പക്ഷെ അവർ ബ്രാഹ്മണ സ്ത്രീകളും, അപ്പോൾ അവർക്കും ഒരു തോന്നലുണ്ട് നമ്മൾ അശുദ്ധമാണ് ഈ സമയത്ത്. അതുകൊണ്ട് ഈ പുസ്തകം തൊട്ടാൽ അത് മോശമാണ്, സരസ്വതി നമ്മൾ ഇൻസൾട്ട് ചെയ്യുന്ന പോലെയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യും, ഒരു മെയ്ഡ് സർവൻറ്റിനെ കൊണ്ടുവന്ന് അവരെ കൊണ്ടാണ് പേജ് തിരിപ്പിക്കുന്നത്. അങ്ങനത്തെ വരെ കഥകൾ നമുക്ക് കിട്ടാറുണ്ട്. പിന്നെ ഇപ്പം അഗൈൻ എൻ്റെ തന്നെ നാട്ടിൽ അമ്മ പറഞ്ഞിട്ടുണ്ട്, അവരൊക്കെ അമ്മയുടെ അച്ഛനൊക്കെ ഒരുപാട് സ്ഥലവും കൃഷിയൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അന്ന് അടിയാന്മാർ, അന്നത്തെ സോക്കോൾഡ് അടിയാന്മാർ, ഇന്നത്തെ ബേസിക്കലി ദലിത് സമുദായങ്ങളിലെ അംഗങ്ങൾ, അവരാണ് ആക്ച്വൽ കൃഷി ചെയ്യുന്നത്. പക്ഷെ അന്നത്തെ ജാതി വ്യവസ്ഥയിൽ അവർക്ക് പേര് വിളിക്കാൻ പറ്റില്ല. അപ്പോൾ തമ്പുരാൻ എന്ന് പറയണം, തമ്പുരാട്ടി എന്ന് പറയണം, ദൂരെ നിന്നാണ്, വീട്ടിൻ്റെ ആ ഡയറക്ഷനിലേക്ക് നോക്കാൻ പാടില്ല. അപ്പോൾ എൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് മദർ പേര് കല്യാണി എന്നായിരുന്നു, ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദേഴ്സ് നെയിം വാസ് മാധവൻ. അവരുടെ ഒന്നും പേരുകൾ പറയത്തില്ല. പക്ഷേ ഏതോ ഒരു ദിവസം അവർ കണ്ടുപിടിച്ചു, ഈ കൃഷിക്ക് ഉപയോഗിക്കുന്ന ഒരു കന്നാലികളൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ മാധവൻ എന്നും കല്യാണി എന്നൊക്കെയാണ് പേരിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന് തിയോററ്റിക്കലി ഹിസ്റ്റോറിയൻസ് പറയുന്ന ഒരു വേർഡുണ്ട്, വിച്ച് ഈസ് ദ റെസിസ്റ്റൻസ് ഓഫ് ദ വീക്ക്. എന്ന് വെച്ചാൽ നമ്മളെ എത്ര ഒപ്രസ് ചെയ്ത് അല്ലെങ്കിൽ എത്ര അടിമപ്പെടുത്തി കിടത്തായാലും ദെയർ ആർ വേസ് ഇൻ വിച്ച് പീപ്പിൾ മേക്ക് ദെയർ ഡിസെൻറ്റ് നോൺ. അവർക്ക് എങ്ങനെയെങ്കിലും ഒരു രീതിയിൽ അവരുടെ ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ എക്സ്പ്രസ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതിനകത്ത് ഹ്യൂമർ ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട്. അപ്പോൾ ദിസ് മൈറ്റ് ഹാവ് ബീൻ എ വേ ഓഫ് എക്സ്പ്രസിങ് ദെയർ റെസിസ്റ്റൻസ്. അപ്പം നേരെ നോക്കി തമ്പുരാൻ എന്നേ പറയത്തുള്ളൂ. പക്ഷേ തമ്പുരാൻ അങ്ങോട്ട് തിരിയുമ്പം കന്നാലികൾക്കൊക്കെ തമ്പുരാൻ്റെ പേരാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ കന്നാലികൾ തല്ലാം, ചവിട്ടാം, ആ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഈ കഥകളൊന്നും നമുക്ക് ആർക്കൈവ്സിലോ ഡോക്യുമെൻറ്റ്സിലോ അല്ല കിട്ടുന്നത്. ഇതിങ്ങനെ എസ്പെഷ്യലി ഇന്ത്യയിലാവുമ്പം ഈ ഒരു ഹ്യൂമൻ ടെക്സ്റ്റ് വരുന്നത്, എസ്പെഷ്യലി നമ്മൾ ഈ കാസ്റ്റ് ലാഡറിൽ താഴോട്ട് പോകുമ്പം റിട്ടൺ റെക്കോർഡ്സിലല്ല, കഥകൾ വഴി, പാട്ടുകൾ വഴി, ആൾക്കാരുടെ ഒരു കൾച്ചറൽ മെമ്മറി വഴിയാണ് നമുക്ക് ഈ കഥകളൊക്കെ കിട്ടുന്നത്. പക്ഷെ അത് കിട്ടിയില്ലെങ്കിൽ ഹിസ്റ്ററി ബിക്കംസ് വെരി ഡൾ. അങ്ങനെ ആകുമ്പോഴാണ് ഹിസ്റ്ററിയിൽ ഒരു 10 ഡേറ്റ്സ്, ഒരു 10 രാജാക്കന്മാർ എന്ത് ചെയ്തു, എത്ര യുദ്ധങ്ങൾ അവർ ജയിച്ചു, 3-4 ഡിനിസ്റ്റീസ്, ഒരു നാഷണൽ മൂവ്മെൻറ്റ്, ഇത്രയാകുമ്പോൾ ഒരു ഇന്ത്യൻ ഹിസ്റ്ററി ആയെന്നുള്ളൊരു തോന്നൽ വരുന്നത്. പക്ഷേ ആ ഇന്ത്യൻ ഹിസ്റ്ററിക്ക് ഒരു ജീവൻ വരണമെങ്കിൽ ആ ഒരു ഹ്യൂമൻ എലിമെൻറ്റ് കിട്ടിയേ പറ്റൂ. ആൻഡ് ഇങ്ങനത്തെ ഒരു ഹ്യൂമനൈസ്ഡ് കഥകൾ കേട്ട് തന്നെയാണ് എനിക്ക് ആ ഒരു ഹ്യൂമൻ എലിമെൻറ്റിൽ താല്പര്യം തോന്നി. ഹിസ്റ്റോറിക്കൽ ഫിഗേഴ്സിൻ്റെ ആ ഒരു ഹ്യൂമൻ സൈഡ് കണ്ടുപിടിക്കാൻ എനിക്കൊരു താല്പര്യം തോന്നിയത്. ഐവറി ത്രോണിലെയും സേതുലക്ഷ്മിബായിയുടെ കഥ, അതിൻ്റെ കോർ സംഗതി എന്ന് വെച്ചാൽ 5 വയസ്സ് മുതൽ തിരുവിതാംകൂറിലെ റാണി എന്നുള്ള രീതിയിൽ സ്വന്തം അച്ഛൻ വരെ ഒരു മുറിയിൽ വരുമ്പം അദ്ദേഹം വരെ എണ്ണിച്ച് നിൽക്കും. ഈ കുട്ടി 5 വയസ്സുള്ള പെൺകുട്ടി വരുമ്പം ആ ഒരു നിലയിൽ ഇരുന്ന ഒരു ലിവിങ് ഗോഡസിനെ പോലെയാണ് ആൾക്കാർ അന്ന് കണ്ടിരുന്നത്. പക്ഷെ ആ ഒരു വ്യക്തി പിന്നെ ഭരിക്കുന്നു, ഭരണത്തിന് ശേഷം അവരുടെ ഒരു സ്റ്റേറ്റസ് കുറയുന്നു, അവരെ ഇൽട്രീറ്റ് ചെയ്യുന്നു. അവസാനം ഈ കൊട്ടാരം തന്നെ വിട്ട്, ആ കൊട്ടാരം തന്നെ അവർക്ക് കൈവിടേണ്ടി വരുന്നു. അവർക്ക് പോലും അവർക്ക് കിട്ടില്ല, അവരുടെ മക്കൾക്ക് പോലും കിട്ടില്ല. വേറെ ഒരു നാട്ടിൽ പോയി ഏതോ ഒരു അമ്മൂമ്മ എന്നുള്ള രീതിയിലാണ് മരിക്കുന്നത്. ഒരു കാലത്ത് തിരുവിതാംകൂറിലെ രാജാക്കന്മാരൊക്കെ മരിച്ച പത്മനാഭസ്വാമി അമ്പലത്തിൽ നിന്നാണ്, വിളക്കിലാണ് ആ തീ
നമ്മൾ ക്രിമേറ്റ് ചെയ്യുന്ന തീ വരുന്നത്, ഭഗവാനെ ഡ്രസ്സ് ചെയ്തേക്കുന്ന പട്ടാണ് ആദ്യം വിരിക്കുന്നത്. അതൊന്നുമില്ല, ഒരു സാധാ ഇലക്ട്രിക് ക്രെമറ്റോറിയത്തിൽ പോയിട്ട് അവിടെയാണ് ഒരു ക്യൂവിൽ ഡെഡ് ബോഡീസ് ഇന്നും വരുമല്ലോ, ഏകദേശം അതുപോലെ കുറേ ആൾക്കാരുടെ കൂട്ടത്തിൽ തന്നെ അവരങ്ങനെ മരിച്ചു. അപ്പം അങ്ങനെ അധികാരത്തിലും ആ സ്റ്റേറ്റസിൽ വരുന്ന ഒരാൾ ഈ ജീവിതത്തിൻ്റെ ഈ അപ്സ് ആൻഡ് ഡൗൺസ് എങ്ങനെ ഹാൻഡിൽ ചെയ്തു എന്ന് ആ ഒരു താല്പര്യത്തിലാണ് ഞാൻ കഥയിലേക്ക് പോയത് തന്നെ. അല്ലാതെ ഒരു ക്വീൻ്റെ കഥ പറയണം എന്നുള്ള ഒരു രീതിയിലല്ല. എ വുമൻ ഹൂ വാസ് ദ റിയൽ വുമൻ ബിഹൈൻഡ് ദ ക്വീൻ, അതിനെ ഒന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് പോയത്. മനുവിൻ്റെ ഇത്രയും ഈ 10 കൊല്ലത്തെ ഒരുപാട് ചരിത്ര പുരുഷന്മാരും സ്ത്രീകളും കുറവാണെങ്കിൽ മനുവിൻ്റെ കൈകളിൽ കൂടി പോയിട്ട് ഒരു ചെറിയ ചോദ്യം, ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്താണ്, ഇതിൽ മനുവിൻ്റെ ഫേവറിറ്റ് എന്ന് പറയാവുന്നത് ആരായിരിക്കാം? അങ്ങനെ ഫേവറേറ്റ്സ് ഇല്ല. എനിക്ക് കുറേ ഇഷ്ടമുള്ള കുറേ വില്ലന്മാരെ ഇഷ്ടമാണ്. കാരണം അവർ വില്ലന്മാർ എങ്ങനെ ആവുന്നതെന്ന് കണ്ടുപിടിക്കാനും ഒരു രസമാണ്. കാരണം ആരും ജനിക്കുമ്പോഴേ വില്ലനല്ലല്ലോ, സാഹചര്യങ്ങൾ കാരണമാണ് അവരും അങ്ങനെ ഒരു സ്ലൈറ്റ്ലി നെഗറ്റീവ് ഷെയ്ഡിലേക്ക് വരുന്നത്. അപ്പോൾ ഐവറി ത്രോണിൻ്റെ തന്നെ ഉദാഹരണം കൊടുത്ത് അതിനകത്തും സീനിയർ മഹാറാണി സേതു ബായാണ് അതിൻ്റെ പ്രൊട്ടാഗനിസ്റ്റ്. പക്ഷേ അതിൻ്റെ ആൻറ്റാഗനിസ്റ്റായിട്ട് വരുന്നത് ചിത്ര തിരുനാളിൻ്റെ അമ്മ ജൂനിയർ മഹാറാണി സേതു പാർവതി ബായാണ്. പക്ഷെ അവരും ജനിച്ചു വന്നപ്പോൾ മുതലേ ഒരു സ്വന്തം ചേട്ടത്തിയെ ഹേറ്റ് ചെയ്തുകൊണ്ടൊന്നും അല്ല വന്നത്, സാഹചര്യം കാരണം. അത് കൊച്ചു കൊച്ചു കാര്യങ്ങളാണ്. അവർ ദത്തെടുത്ത സമയത്ത് തന്നെ ഒരു ആൾക്കാർ പറഞ്ഞു, ഈ സീനിയറാണ്, മൂത്ത കുട്ടിയാണ് വെളുത്തത്, ഇതിനെ കണ്ട ഒരു രാജകലയുണ്ട്, കാണാനൊരു തമ്പരാട്ടി എപ്പോഴും ഉണ്ട്, ഇത് നല്ലതാ, മറ്റേത് ഒരുപാട് കറുത്തതാ, ഇതിനെ വേണ്ട. അപ്പം അങ്ങനെ തൊലിയുടെ ബേസിസിൽ അവർ തമ്മിൽ ഒരു തൊലിയുടെ നിറത്തിൻ്റെ ബേസിസിൽ അവർ തമ്മിലൊരു വ്യത്യാസം ആൾക്കാർ തന്നെ ശ്രമിച്ചു ഉണ്ടാക്കാൻ. പിന്നെ സ്ഥാനം, 5 വയസ്സോ 4 വയസ്സേ ഉള്ളൂ, പക്ഷെ അന്ന് പോലെ ഈ റാണി സ്ഥാനത്ത് ഇരിക്കുന്നതുകൊണ്ട് മൂത്ത ആളാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ എവിടെ പോയാലും റിബൺ കട്ട് ചെയ്യുന്നതും സ്പീച്ച് കൊടുക്കുന്നതും അമ്പലത്തിലെ ചടങ്ങുകൾക്കൊക്കെ ഒരാൾക്കാണ് പ്രാധാന്യം, മറ്റേ ആൾ എപ്പോഴും ആ കുട്ടിയുടെ പുറകിലാണ് നിൽക്കേണ്ടി വരുന്നത്. കൊച്ചു കുട്ടികൾക്ക് അറിഞ്ഞുകൂടല്ലോ, 1 വയസ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ, പക്ഷെ സ്ഥാനം വെച്ച് നോക്കുമ്പോൾ വലിയ വ്യത്യാസമാണ് വരുന്നത്. അപ്പോൾ അതിൻ്റേതായ വ്യത്യാസങ്ങൾ. പിന്നെ അവരുടെ ഒരു പേഴ്സണൽ ഓഫ് കോഴ്സ് ടെമ്പറമെൻറ്റും ക്യാരക്ടറും അതിനകത്ത് വരുന്നുണ്ട്. ജൂനിയർ റാണി വളരെ റിബെല്യസ് ആയിരുന്നു, വളരെ ഒരു അൺഓർത്തഡോക്സ് ഫിഗർ ആയിരുന്നു. തിരുവനന്തപുരം പോലത്തെ വളരെ ഓർത്തഡോക്സ് സ്ഥലത്ത് 1930s മാർഗരറ്റ് സാംഗറിനെ കൊണ്ടുവന്ന് ഈ ആണുങ്ങളെയൊക്കെ ഇരുത്തി ബർത്ത് കൺട്രോളിനെ പറ്റി ഒരു പ്രസംഗിക്കാനൊക്കെ പറഞ്ഞ ആളാണ്. അപ്പോൾ അത്രയും ചെയ്യണമെങ്കിൽ അതിനൊരു പ്രത്യേക ബലവും കഴിവും ഒക്കെ വേണം. ആദ്യമായിട്ട് വിദേശത്ത് പോയ ആളാണ്, ആണുങ്ങളൊന്നും ഇല്ലാതെ മകളെയും കൊണ്ട് ആദ്യമായിട്ട് പോയതാണ്. വിമാനത്തിലൊക്കെ കയറി യൂറോപ്പിലൊക്കെ യാത്ര ചെയ്ത് വന്നു. പോപ്പിൻ്റെ അവിടെ പോയപ്പോൾ പോപ്പ് പറഞ്ഞു, പോപ്പിൻ്റെ ഓഫീസേഴ്സ് പറഞ്ഞു ഇത്രയും മേക്കപ്പേ പാടുള്ളൂ. അപ്പോൾ ഷീ ടോൾഡ് ദം, ഹു ആർ യു ടു ടെൽ മീ വാട്ട് മേക്കപ്പ് ഐ ഷുഡ് ബൈ. അപ്പം കുറച്ചൊരു കഴിവുള്ള സ്ത്രീ തന്നെയാണ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഷീ ഹാഡ് ഇഷ്യൂസ് ഇൻ ഹർ മാരേജ് വിത്ത് ഹർ ഹസ്ബൻഡ്. അദ്ദേഹം 12 വയസ്സ് മൂത്താണ്, വളരെ ഓർത്തഡോക്സ് ആണ്. ഇത് നേരെ തിരിച്ച്. അപ്പോൾ അതിൻ്റേതായ ചില വ്യത്യാസങ്ങൾ. പിന്നെ ആൾക്കാർ തമ്മിൽ 2 ഗ്രൂപ്പ്സ് ഉണ്ടല്ലോ, ഇപ്പോൾ 2 റാണിമാരുണ്ടെങ്കിലും അവരുടെ സിൽബന്തികളൊക്കെ കാണും. അവർ തമ്മിൽ ഈ ഫ്ലെയിമിനെ ഇങ്ങനെ ഫാൻ ചെയ്ത് ആ ഒരു ഡൈവേർജൻസ് ഉണ്ടാക്കി വരുന്ന ഒരു സാഹചര്യം. അങ്ങനെയാണ് ഒരാൾ മറ്റേ ആളോട് ഓൾമോസ്റ്റ് ഒരു ശത്രുയുടെ രൂപത്തിലേക്ക് മാറിയത്. അപ്പം ഒരു വില്ലൻ കഥാപാത്രത്തിനെ നമ്മൾ സ്റ്റഡി ചെയ്യുമ്പം അവരെയും നമുക്ക് ഹ്യൂമനൈസ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റും ഇവരെന്തുകൊണ്ടാണ് ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെ പ്രവർത്തിച്ചത്. അത് മനസ്സിലാക്കാനാണ് എനിക്കൊരു താല്പര്യം. അല്ലാതെ ഇത് വില്ലനാണെന്ന് പറഞ്ഞാൽ അവരെ ഒരു വിരലിങ്ങനെ പോയിന്റ് ചെയ്തിട്ട് അവരെ മോശക്കാരാക്കണം എന്നുള്ള രീതിയിലല്ല. ഓൾദോ ഇൻ ദിസ് പെർട്ടിക്കുലർ സ്റ്റോറി അൺറീസണബിളായ കാര്യങ്ങൾ കുറേ ഈ ജൂനിയർ റാണി ചെയ്തിട്ടുമുണ്ട്. ഇതിൻ്റെ കൂടെ ഒന്ന് ചോദിക്കട്ടെ, മനുവിൻ്റെ മെയിൻ ഏരിയ തിരുവിതാംകൂറാണ് ആദ്യത്തെ ഇതിൽ വളരെ ഡീറ്റെയിൽഡായിട്ട്. സാമൂതിരിയും വളരെ പല സ്ഥലത്തും കോട്ട് ചെയ്തിട്ട് കണ്ടിട്ടുണ്ട് പല കോണ്ടെക്സ്റ്റിലും. പക്ഷെ എന്താണ് കൊച്ചിയോടൊരു ഇൻട്രസ്റ്റ് ഇല്ലാത്തത്? കൊച്ചിയിൽ പ്രസന്ന ഉണ്ടല്ലോ, പ്രസന്നയ്ക്ക് എഴുതാൻ കൊച്ചിയെ പറ്റി എഴുതാൻ എൻ്റെ കയ്യിൽ ആക്ച്വലി കുറേ റെക്കോർഡ്സ് ഉണ്ട് ഏർലി 19th centuryയിൽ. അതും വളരെ ഇൻട്രസ്റ്റിംഗ് റെക്കോർഡ്സാണ്. അന്നത്തെ ഒരു നെയ്ത്യാരമ്മയും രാജാവും തമ്മിലുള്ള വഴക്കും അലൗൻസിനെ പറ്റിയുള്ള വഴക്കും, പിന്നെ ഇവിടുത്തെ ഒരു കൊച്ചി രാജാവിൻ്റെ മകൻ ക്രിസ്ത്യാനിയായി കൺവേർട്ട് ചെയ്ത് ജേക്കബ് ആർ രാമവർമ്മ എന്നുള്ള പേരെടുക്കുന്നതും അങ്ങനത്തെ കുറേ റെക്കോർഡ്സൊക്കെ ഉണ്ട്. പക്ഷേ കൊച്ചിയെ പറ്റി ഒരു പുസ്തകം എഴുതാൻ ഇപ്പം വരെ തീരുമാനിച്ചിട്ടില്ല. കാരണം ഒന്ന് സ്ട്രാറ്റജിക്കാണ്. ഇപ്പോൾ ഈ ഐവറി ത്രോൺ ഇപ്പോഴും ഒരുപാട് ആൾക്കാർ വായിക്കുന്നുണ്ട്, എല്ലാ വർഷവും ഒരുപാട് പുസ്തകങ്ങൾ അത് വിറ്റുപോകുന്നുണ്ട്. അപ്പം അത്രയും ഒരു എന്താ പറയുന്നത് സക്സസ്ഫുൾ ആയിട്ടൊരു പുസ്തകം ഉള്ളപ്പം കേരളത്തിനെ പറ്റി പിന്നെ ഒരു പുസ്തകം തൽക്കാലം ചെയ്യണമെന്നുള്ള ഒരു താല്പര്യം കുറവുണ്ട്. കാരണം അതൊന്ന് കഴിയട്ടെ, അതിൻ്റെ ഒരു ലൈഫ് സ്പാൻ കഴിയുമ്പോഴായിരിക്കും ചിലപ്പം കൊച്ചിനെ പറ്റി വരുന്നത്. പക്ഷേ അങ്ങനെ ആകുമ്പോൾ ചിലപ്പോൾ കൊച്ചിയിൽ നിന്ന് എനിക്ക് ഡെഫിനേഷൻ നോട്ടീസ് ചിലപ്പം കിട്ടുമായിരിക്കും ചിലവരുടെ അടുത്തുനിന്ന്. അതുകൊണ്ട് അതും വേണമെന്നൊന്ന് ആലോചിച്ച് നോക്കണം. ഇനി ഇതിലേക്ക് തിരിച്ചു വരുമ്പോൾ ഈ ജോക്സ് അപ്പാർട്ട്, നമ്മുടെ ഇപ്പം മനു ഇതിൽ എഴുതിയിരുന്നല്ലോ, ഒരു ഐഡൻറ്റിറ്റി രൂപീകരണത്തിൽ നമ്മൾ അതർ എന്നുള്ളൊരിതിൻ്റെ മറുവശത്ത് നിന്നിട്ടാണ് പലപ്പോഴും ഒരു ഐഡൻറ്റിറ്റി രൂപീകരണം നടക്കുന്നത്. പക്ഷേ അതിൽ തന്നെ പല ലെയേഴ്സ് ഉണ്ട് അല്ലേ? എന്ന് വെച്ചാൽ ജോഗ്രഫിക്കൽ ഐഡൻറ്റിറ്റി, ഹിന്ദു തുർക്ക്
അങ്ങനത്തെ ജോഗ്രഫിക്കൽ ഐഡൻറ്റിറ്റി ഉണ്ട്, കൾച്ചറൽ ഐഡൻറ്റിറ്റി ഉണ്ട്, റിലീജിയസ് ഐഡൻറ്റിറ്റി ഉണ്ട്. ഇതൊക്കെ വളരെ ഫൈൻ ലെയേഴ്സാണ്. അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെയൊക്കെ ഇടയിലേക്ക് ഈ ഒരു സ്റ്റേജിലേക്ക് അധികാരം എന്നുള്ളൊരു ഇത് വരുമ്പോഴാണ് ഇതിൻ്റെ ഇടയിലുള്ള ഹാർമണിയൊക്കെ പോകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ മനു പല സ്ഥലത്തും കേരളവും വടക്കേ ഇന്ത്യയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എടുത്ത് പറയാറുണ്ട്. ഈ അധികാരത്തിൻ്റെ പ്ലേ വ്യത്യാസം കൊണ്ടാണോ അത്? ഉണ്ട് കുറേ. ഫോർ എക്സാമ്പിൾ ഇപ്പം ഇസ്ലാമിൻ്റെ കാര്യം പറഞ്ഞാൽ കേരളത്തിലും പൊതുവേ സൗത്ത് ഇന്ത്യയിൽ ആദ്യ കാലത്തൊക്കെ ഇസ്ലാം വരുന്നത് ട്രേഡ് വഴിയാണ്. അപ്പം മെർച്ചൻസും ട്രേഡിംഗ് ഷിപ്സും വഴി വന്ന് ഇവിടുത്തെ രാജാക്കന്മാർ അവർക്ക് സ്ഥലവും കൊടുത്ത് അവർ ഇവിടുത്തെ കൾച്ചറിലേക്ക് ഈസിലി അതിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്ന ഒരു സന്ദർഭമാണ്. അപ്പോൾ ഇവിടെ ഇസ്ലാമിനെ അങ്ങനെ ഒരു ത്രെറ്റായിട്ട് ആരും കണ്ടിട്ടില്ല. ഈ ഒരു സോഷ്യൽ ഫാബ്രിക്കിൻ്റെ ഭാഗമായിട്ട് സൗത്ത് ഇന്ത്യയിലെ അന്നത്തെ കാലത്ത് ഒരു മിഡീവൽ പീരീഡിലൊക്കെ ആൾക്കാർ കണ്ടിട്ടുള്ളൂ. പക്ഷെ വടക്ക് വരുന്നത് അങ്ങനെയല്ല. വടക്ക് വരുന്നത് യുദ്ധവും കീഴടക്കവും രാജ്യങ്ങൾ കീഴടക്കി ഡൽഹിയും ആഗ്രയും ഒക്കെ പിടിച്ചെടുത്ത് ആ ടോപ്പ് ലെവലിൽ പവറിൽ വരുന്നത് മുസ്ലിം സുൽത്താന്മാരാണ്. അപ്പം വടക്കേ ഇന്ത്യയിലും ഡെക്കൻ വരെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇസ്ലാമും ഹിന്ദുസും തമ്മിലുള്ള ഡൈനാമിക്കിൽ കുറച്ചൊരു സസ്പിഷനുണ്ട്. അപ്പോൾ കേരളത്തിലുള്ള ഡൈനാമിക് അല്ലായിരിക്കും നോർത്ത് ഇന്ത്യയിൽ വരുന്നത്. നമ്മൾ ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരു ട്രാപ്പിലേക്ക് വീഴുന്നതെന്ന് വെച്ചാൽ ചിലവർ പറയും നമ്മുടെ പാസ്റ്റ് ആയേകം സീക്രറ്റിക് ആയിരുന്നു, എല്ലാവരും ദൈവ ഗെറ്റിംഗ് അലോങ് വിത്ത് ഈച്ച് അതർ, ആരും തമ്മിൽ വഴക്കില്ലായിരുന്നു, നോക്കൂ കേരളത്തിൽ ഇത്ര നല്ലതായിട്ടായിരുന്നു ഹിന്ദുസും മുസ്ലിംസും ജീവിക്കുന്നതെന്ന്. യുദ്ധം മാത്രമാണ് കാണിക്കുന്നവരുമുണ്ട്. അവരപ്പോൾ നോർത്ത് ഇന്ത്യനെ എക്സാമ്പിളാക്കി നോക്കൂ, ഇപ്പോൾ ഔറംഗസേബ് ഇത് ചെയ്തു അല്ലെങ്കിൽ അക്ബർ ചിറ്റോറിൽ ഇത്ര ആൾക്കാരെ കൊന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേറെ ഒരു ഇത് വരും. സത്യം രണ്ടും കൂടെ ചേർത്താലേ നമുക്ക് കിട്ടത്തുള്ളൂ. വിച്ച് ഇസ് ദാറ്റ് ജോഗ്രാഫിക്കൽ ലൊക്കേഷൻ വെച്ച് ആ സെയിം ഡൈനാമിക്കിന് വ്യത്യാസങ്ങൾ വരാറുണ്ട്. പിന്നെ ഈ ഐഡൻറ്റിറ്റിയുടെ കാര്യം പറഞ്ഞത് ശരിയാണ്. നമുക്കിപ്പം അഗൈൻ ഇന്നത്തെ ഒരു കമ്മ്യൂണൽ എൻവയൺമെൻറ്റിൽ അതിനെ ഇനിയും പ്രോത്സാഹിപ്പിക്കേണ്ട എന്നുള്ള ആഗ്രഹം കൊണ്ടായിരിക്കും കുറേ ഹിസ്റ്റോറിയൻസ് അല്ലെങ്കിൽ കുറേ സ്കോളേഴ്സ് ഇതിനെപ്പറ്റി തുറന്നങ്ങനെ സംസാരിക്കാത്തത്. പക്ഷേ സത്യത്തിൽ നോക്കിയാൽ മിഡീവൽ പീരീഡ് മുതലേ ഉണ്ട്. ഇപ്പം മഹാരാഷ്ട്രയിൽ ശിവാജിയുടെ ഒരു എക്സാമ്പിൾ എടുത്താൽ അദ്ദേഹത്തിൻ്റെ കോട്ട് സംസ്കൃത് പോയട്രിയിൽ എഴുതുന്നത് ഞാൻ വിഷ്ണു ജനിച്ച് വന്നതാണ് മുസ്ലിങ്ങളെ അവരുടെ ഭരണം തകർത്ത് ഒരു ഹിന്ദുവി സ്വരാജ് ഉണ്ടാക്കാൻ എന്നൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. അതിനകത്ത് നമുക്ക് ക്ലിയർലി കാണാൻ പറ്റും ഒരു ആൻറ്റി ഇസ്ലാമിക് റിട്ടോറിക് ഉണ്ട്. പക്ഷേ അറ്റ് ദ സെയിം ടൈം ആ സെയിം ശിവജിയുടെ അച്ഛനെയും ചിറ്റപ്പൻ്റെയും പേരുകൾ ഷഹാജി ആൻഡ് ഷരീഫ് ജി, അതൊരു മുസ്ലിം സൂഫിയുടെ പേരുകളാണ്. ഷാ ഷരീഫ് എന്ന് പറഞ്ഞൊരു മുസ്ലിമിൻ്റെ അടുത്ത് അദ്ദേഹത്തിൻ്റെ അമ്മൂമ്മ പോയി ബ്ലെസ്സിങ്സ് വാങ്ങിയതിന് ശേഷമാണ് ഈ 2 കുട്ടികളുണ്ടായത്. കുട്ടികളില്ലാതിരുന്ന ഒരു സ്ത്രീയാണ്. അപ്പോൾ ആ 2 അമ്മക്കും ആ മുസ്ലിം സൂഫിയുടെ പേരുകളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരേ ഹിസ്റ്റോറിക്കൽ ഫിഗറിൽ നമുക്ക് 2 ഇമ്പൾസും കാണാം. അധികാരത്തിൽ ആസ് എ രാജാവ് ഹീസ് അസേർട്ടിങ് എ ഹിന്ദു ഐഡൻറ്റിറ്റി. പക്ഷേ കൾച്ചറലി അദ്ദേഹത്തിൻ്റെ സ്വന്തം അച്ഛൻ്റെ ജനറേഷനിൽ കുറച്ചുകൂടെ ഒരു ഗിവ് ആൻഡ് ടേക്ക് ഉള്ള ഒരു കൾച്ചറും കൂടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം വളരെ നുവാൻസ്ഡ് ആയിട്ടുള്ള സബ്ജക്ട്സ് ആണ്. അതിന് ഇന്നത്തെ ഒരു ട്വീറ്റിനകത്ത് ഒതുക്കി 180 ക്യാരക്ടേഴ്സിൽ ഒതുക്കി അല്ലെങ്കിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒതുക്കാൻ ശ്രമിച്ചാൽ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ 600 പേജുള്ള പുസ്തകങ്ങളൊക്കെ നമ്മൾ എഴുതുന്നത്. പക്ഷേ ദാറ്റ്സ് ഹൗ ഐഡൻറ്റിറ്റീസ് ഇവോൾവ്. അല്ലാതെ അത് വളരെ കോണ്ടെക്സ്റ്റുവലാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പം പ്രസംഗം ഞാൻ ഇവിടെ ഇരിക്കണം, പക്ഷേ സേ യു ആർ എ കന്നഡിക ആൻഡ് വി ആർ മീറ്റിംഗ് ഫോർ ദ ഫസ്റ്റ് ടൈം. ആദ്യമായിട്ട് കാണുമ്പോൾ ഇഫ് യു ആസ്ക് മീ വേർ ആർ യു ഫ്രോം, ഐ വിൽ സേ ഐ എം എ മലയാളി, യു വിൽ സേ യു ആർ എ കന്നഡിക. കാരണം അതാണ് നമ്മുടെ ആ ഒരു സന്ദർഭത്തിൽ നമ്മുടെ ഐഡൻറ്റിറ്റീസ് അതാണ്. പക്ഷെ നമ്മൾ രണ്ടുപേരും വിദേശത്ത് പോയിട്ട് ഒരാൾ നമ്മളോട് ചോദിക്കുമോ വേർ ആർ യു ഫ്രോം എന്ന് ചോദിച്ചാൽ അപ്പം നമ്മൾ കേരളവും കർണാടക എന്നും അല്ല പറയുന്നത്, ഇന്ത്യ എന്നായിരിക്കും പറയുന്നത്. കാരണം ആ ഒരു സന്ദർഭത്തിൽ ആ ഇന്ത്യൻ ഐഡൻറ്റിറ്റിയാണ് നമ്മൾ ആ കോണ്ടെക്സ്റ്റിൽ പ്രൊമോട്ട് ചെയ്യുന്നത്. വേറൊരു കോണ്ടെക്സ്റ്റിൽ ചിലപ്പോൾ നമ്മുടെ റീജിയണൽ ഐഡൻറ്റിറ്റി ആയിരിക്കും. കേരളത്തിനുള്ളിൽ ചിലപ്പം ഇൽ ബി എ കാസ്റ്റ് ഐഡൻറ്റിറ്റി ഫോർ ഓൾ യു നോ. യു ക്യാൻ സേ യുവർ തമ്പുരാട്ടി ആൻഡ് ഐ വിൽ സേ ഐ ആം ആൻ അടിയൻ, യു നോ, ഇൻ ദാറ്റ് ഓൾഡ് ഫാഷൻ തിങ് ഒരു കാലത്ത്. അപ്പം അങ്ങനെയൊക്കെ ഓരോ സന്ദർഭത്തിലും ആ കാര്യങ്ങൾക്ക് വ്യത്യാസം വരും. അപ്പം ആ കോണ്ടെക്സ്റ്റിനെ മനസ്സിലാക്കാതെ നമുക്ക് ഈ ഐഡൻറ്റിറ്റി പോളിറ്റിക്സിനെ മനസ്സിലാക്കാനേ കഴിയത്തില്ല. ഐഡൻറ്റിറ്റി പോളിറ്റിക്സ് എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ ചോദിക്കുന്നത്, ഇതിപ്പോൾ ഈ പവർ എന്നുള്ളൊരു പ്ലെയർ വരുമ്പോൾ ഇതെല്ലാം അവർ പവറിൻ്റെ ടൂൾസായിട്ട് യൂസ് ചെയ്യുന്നത് ചരിത്രത്തിൽ എല്ലായിടത്തും കാണുന്നില്ല. എപ്പോഴും ഉണ്ട്. ഇപ്പം ബെസ്റ്റ് മാർത്താണ്ഡവർമ്മയുടെ തൃപ്പടിദാനം അല്ലേ. അപ്പം നമ്മൾ എല്ലാ റെക്കോർഡ്സും വെച്ച് നോക്കിയാൽ ഇപ്പം മാർത്താണ്ഡവർമ്മ എന്ന് പറഞ്ഞൊരു കഥാപാത്രത്തിനെ തന്നെ നോക്കിയാൽ അദ്ദേഹത്തിൻ്റെ മരിച്ച കാലത്ത് അല്ലെങ്കിൽ ജസ്റ്റ് ആഫ്റ്റർ ബാലമാർത്താണ്ഡ വിജയ എന്ന് പറഞ്ഞ സംസ്കൃതത്തിൽ ഒരു പ്ലേ പോലെ എഴുതിയത് ഒരു നാടകമാണ്. അതിനകത്ത് മാർത്താണ്ഡവർമ്മ ഈ രാജ്യങ്ങൾ എന്തിനെ കീഴടക്കി എന്നുള്ള ഒരു ചോദ്യം വരും. രാജാവ് അപ്പോൾ അതിനകത്ത് പറയുന്നത് രാജാവ് ഇങ്ങനെ വളരെ ദൈവഭക്തനായിട്ട് സന്യാസത്തിലേക്ക് പോകാൻ ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുവാണ്. ആ സമയത്ത് ശ്രീ പത്മനാഭസ്വാമിയാണ് വന്ന് പറഞ്ഞത്, അല്ല എൻ്റെ അമ്പലം എന്താ വളരെ മോശം കണ്ടീഷനിലിരിക്കുവാണ്. അപ്പോൾ അമ്പലത്തിനെ റെനോവേറ്റ് ചെയ്യാൻ വേണ്ടി വേണമെങ്കിൽ ഹിമാലയം വരെ പോയി രാജ്യങ്ങളൊക്കെ കീഴടക്കി അവിടുത്തെ നദിയും സ്വർണ്ണമൊക്കെ കൊണ്ടുവന്ന് എൻ്റെ അമ്പലം ഇതൊക്കെ ചെയ്തിട്ട് അത്രയും ചെയ്യണം എന്നുള്ള രാജാവിനൊരു കൽപ്പന കൊടുക്കുന്നു. അതുകൊണ്ടാണ് രാജാവ് രാജ്യങ്ങളൊക്കെ കീഴടക്കിയെന്ന് ബാലമാർത്താണ്ഡ വിജയത്തിലെ ഒരു ജസ്റ്റിഫിക്കേഷൻ. പിന്നെ തമ്പിമാർ കഥ എന്ന് പറഞ്ഞ് നാഞ്ചനാട്ടിലെ നാടാർ സമുദായത്തിൽ പാടുന്ന ഒരു വില്ലുപാട്ടുണ്ട്.
ആ പാർട്ടി നോക്കിയാൽ തിരിച്ചാണ്. മാർത്താണ്ഡവർമ്മ വളരെ ഒരു വില്ലൻ കഥാപാത്രം, വളരെ കാൽക്കുലേറ്റിംഗ്, വളരെ കണ്ണിങ് ആയിട്ടുള്ള ഒരു ഫിഗർ. അദ്ദേഹത്തിൻ്റെ സ്വന്തം ആംബിഷന് വേണ്ടിയാണ് ഈ രാജ്യങ്ങളൊക്കെ കീഴടക്കുന്നതും അദ്ദേഹത്തിൻ്റെ കസിൻസിനെ കൊല്ലുന്നതും ബന്ധുക്കളെയൊക്കെ ചതിച്ച് മുമ്പിലോട്ട് പോകുന്നതും. അങ്ങനത്തെ ഒരു കഥാപാത്രമാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. പക്ഷേ ദി എൻഡ് ഓഫ് ഓൾ ഓഫ് ദിസ് നമ്മുടെ ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം വെച്ച് നോക്കുമ്പം യു ഡു സി മാർത്താണ്ഡവർമ്മ ഇതൊക്കെ കീഴടക്കി ഓരോ പഴയ രാജവംശങ്ങളെ ഇല്ലാതാക്കുക, അല്ലെങ്കിൽ അവരുടെ രാജ്യങ്ങൾ വിട്ടുപോകേണ്ട ഒരു ഗതിയിലേക്ക് വരുന്നു. അവരുടെ പണ്ടങ്ങളും സ്വർണ്ണങ്ങളും ഒക്കെ എടുത്തുകൊണ്ട് തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവെക്കുന്നു. ഒരുപാട് അമ്പലങ്ങൾ, ആ അമ്പലങ്ങളുടെ നിധിയൊക്കെ എടുക്കാൻ ശ്രമിക്കുന്നതിൻ്റെ കുറേ കഥകളൊക്കെ വടക്കൻ തിരുവിതാംകൂറിലൊക്കെ നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് പിന്നെ നമ്മൾ ഡച്ച് റെക്കോർഡ്സ് നോക്കുമ്പോൾ ഡച്ച് റെക്കോർഡ്സിൽ പറയുന്നുണ്ട് മാർത്താണ്ഡവർമ്മയ്ക്ക് എന്തോ ഒരു രോഗം വന്ന് ഹി വാസ് അണ്ടർ ദി ഇംപ്രഷൻ ദാറ്റ് മാർത്താണ്ഡവർമ്മയെ ദൈവം പണിഷ് ചെയ്യുവാണ്. അതിനുശേഷമാണ് ഈ തൃപ്പടിദാനം വരുന്നത്. അപ്പോൾ രാജ്യം കീഴടക്കിയ രാജ്യം, ഒരുപാട് ചോര സ്പിൽ ചെയ്ത് ഒരു വളരെ വയലൻ്റായിട്ട് ഉണ്ടാക്കിയ ഒരു രാജ്യം, അതിനകത്ത് എന്തോ ഒരു കോൺഷ്യൻസ് ആണോ അല്ലെങ്കിൽ ഒരു ഫിയർ ഓഫ് സിൻ, കർമ്മഫലം എന്നുള്ളൊരു പേടി വന്നിട്ട് ഇതെനിക്ക് വേണ്ട, ദൈവത്തിൻ്റെ പേരിലേക്ക് വെക്കുവാണ്. അല്ലാതെ ദൈവത്തിനോടുള്ള ഭക്തി കൂടി മാത്രം ചെയ്തതല്ല, ഒരു പൊളിറ്റിക്കൽ ഒരു മൂവും കൂടെയാണ്. അത് തിരുവിതാംകൂറിലെ തന്നെ ആദ്യത്തെ ഇംഗ്ലീഷ് ചരിത്രമായ ശങ്കുണ്ണി മേനോൻ്റെ പുസ്തകത്തിൽ എഴുതിയ ശങ്കുണ്ണി മേനോൻ ട്രാൻസ്പെറൻ്റ്ലിയാണ് പറയുന്നത്. തിരുവിതാംകൂർ രാജാക്കന്മാരെ അവരുടെ നോബിൾസ് തന്നെ, 8 വീട്ടുപിള്ളമാർ പോലെയുള്ള നോബിൾസ് തന്നെ അറ്റാക്ക് ചെയ്യുമായിരുന്നു ഒരു കാലത്ത്. പക്ഷേ രാജാവിൻ്റെ സ്റ്റാച്ചർ കൂട്ടാൻ വേണ്ടി, രാജാവിനെ പോപ്പിനെ പോലെ ഒരു സെമി ഡിവൈൻ ഫിഗർ ആക്കാൻ വേണ്ടിയാണ് പത്മനാഭദാസ് എന്നുള്ള സ്ഥാനവും എടുക്കുന്നത്, തൃപ്പടിദാനം നടക്കുന്നതും. അതിനുശേഷം ആരും രാജാവിനെ എതിർക്കാൻ പറ്റില്ല, കാരണം രാജാവിനെ എതിർത്താൽ ദൈവത്തിനെ എതിർക്കുന്നതിൻ്റെ തുല്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ അതിനൊരു പൊളിറ്റിക്കൽ ഇതുണ്ട്, അത് ഇല്ലയെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇന്നും നമ്മൾ കാണുന്നുണ്ട്. ഇന്നും പോളിറ്റിക്സിലും ഐഡൻറ്റിറ്റി പോളിറ്റിക്സിലും റിലിജനെ ആൾക്കാർ കാൽക്കുലേറ്റിംഗ് യൂസ് ചെയ്യുന്ന രീതിയിൽ തന്നെ പണ്ടുള്ളവർക്കും അത് ചെയ്യാനുള്ള കഴിവ് നല്ലോണം ഉണ്ടായിരുന്നു. അത് ഇല്ലയെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. മനുവിൻ്റെ ഏതോ ഒരു ഇൻ്റർവ്യൂവിൽ കേട്ടതാണെന്ന് തോന്നുന്നു. പക്ഷേ ഒരു നല്ല ഹിസ്റ്റോറിയൻ്റെ ലക്ഷണം, ഒരു ലക്ഷണം അറ്റ്ലീസ്റ്റ് വില്ലിങ്നെസ് അല്ലെങ്കിൽ ഒരു റെഡിനെസ് ടു നമ്മുടെ മുമ്പുണ്ടായിരുന്ന നോഷൻസിനെ, പ്രീ കൺസീവ്ഡ് നോഷൻസിനെ നമ്മൾ തന്നെ അതല്ല എന്ന് മനസ്സിലാക്കാനും ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു റെഡിനെസ് എന്നുള്ളത് ഒരു ആസ് എൻ ഇൻഡിവിജ്വൽ ഓൾസോ അത് ശരിയായിരിക്കാം. അപ്പോൾ ഈ ഇത്രയും കാലത്തെ റിസർച്ചിലും ചരിത്രമെഴുത്തിലും മനുവിന് അങ്ങനെ നോഷൻസ് മാറ്റേണ്ടി വന്നിട്ടുണ്ടോ? മാറ്റിയിട്ടുണ്ട്. ഈ പുസ്തകത്തിൽ തന്നെ പറയുന്നുണ്ട് അവസാനം എൻ്റെ ഓത്തേഴ്സ് നോട്ടിൽ, ഞാൻ ഈ ഹിന്ദുയിസത്തിൻ്റെ അല്ലെങ്കിൽ ഹിന്ദു ഐഡൻറ്റിറ്റിയെ പറ്റി ആദ്യം എനിക്കൊരു താല്പര്യം തോന്നുന്നത് 21 വയസ്സിൽ എൻ്റെ മാസ്റ്റേഴ്സ് ഡിസർട്ടേഷൻ എഴുതുമ്പോഴാണ്. അപ്പോൾ ആ സമയത്ത് ആ ഡിസർട്ടേഷൻ എനിക്ക് എൻ്റെ യൂണിവേഴ്സിറ്റിയിലെ ഡിസ്റ്റിങ്ഷനും കിട്ടി അത് എഴുതിയതിന്. അപ്പം ദേ സോ ഇറ്റ് ആസ് എ വെൽ ഡൺ ഡിസർട്ടേഷൻ. പക്ഷേ ഇപ്പം ഞാനത് വായിക്കുമ്പം അതിനകത്ത് റീച്ച് ചെയ്ത കൺക്ലൂഷൻസ് അല്ല ഈ പുസ്തകത്തിൽ റീച്ച് ചെയ്യുന്നത്. കുറച്ച് വ്യത്യാസങ്ങളുണ്ട്, കുറച്ച് നുവാൻസസ് ഉണ്ട്. ചില സ്ഥലങ്ങൾ റാഡിക്കൽ വ്യത്യാസം തന്നെയുണ്ട്. അന്ന് വിശ്വസിച്ചതല്ല ഇപ്പം ഞാൻ വിശ്വസിക്കുന്നത്. കാരണം 21 വയസ്സിൽ നമ്മൾ ആ ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിനെ അപ്രോച്ച് ചെയ്യുന്ന രീതി മുമ്പുള്ള സ്കോളേഴ്സിനും അവർ എഴുതിയതിൻ്റെ ആ ഒരു ബേസിസിലാണ് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ 10 വർഷം ഞാൻ തന്നെ എൻ്റേതായ റീസെർച്ച് ചെയ്യുന്നു, സെയിം മെറ്റീരിയലിനെ ഞാൻ തന്നെ അനലൈസ് ചെയ്യുന്നു. അത് ചെയ്യുമ്പം അവരുടെ ആ ഒരു ഇത് മാറ്റി വെച്ചുകൊണ്ട് എൻ്റെ കാഴ്ചപ്പാടിൽ കൊണ്ട് ഐ ക്യാൻ റീച്ച് എ ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് കൺക്ലൂഷൻസ് ആൻഡ് ഐ ക്യാൻ ആക്ച്വലി സേ ഹോൾഡ് ഓൺ, ഐ എം നോട്ട് എൻറ്റയർലി കൺവിൻസ്ഡ് ബൈ ദാറ്റ് ആർഗ്യുമെൻറ്റ്, ഐ ഹാവ് എ ന്യൂ ആർഗ്യുമെൻറ്റ് ടു മേക്ക്. അപ്പോൾ അതൊരു പക്വത വരുന്ന പോലെ തന്നെ ഓരോ കാലങ്ങൾ വരുമ്പോൾ വി ഓൾസോ ഇവോൾവ് എസ് പീപ്പിൾ. നമ്മുടെ തന്നെ കാഴ്ചപ്പാടുകൾ മാറും, നമ്മുടെ തന്നെ എക്സ്പീരിയൻസിൽ കൂടെ നമ്മൾ എത്ര വായിക്കുന്നോ, എത്ര സബ്ജക്ട്സിനെ ടാക്കിൾ ചെയ്യുന്നോ, അതിൻ്റെ ബേസിസിൽ നമ്മുടെ ഒരു ബ്രോഡ്നെസ് ഓഫ് മൈൻഡ് അതിനകത്തൊരു വ്യത്യാസം വരും. അതുകൊണ്ട് തന്നെ നമ്മുടെ കൺക്ലൂഷൻസിന് ഒരു വ്യത്യാസം വരും, വേറെ ഒരു രീതി നമുക്ക് കാര്യങ്ങളെ നോക്കാനുള്ള കഴിവ് വരും. അപ്പോൾ അതുകൊണ്ട് സർട്ടൻ കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. ആൻഡ് ഐ സീ ദാറ്റ് ആസ് എ ഹെൽത്തി തിങ്. കാരണം ഇമാജിൻ 20 വയസ്സിലും 50 വയസ്സിലും 70 വയസ്സിലും സെയിം കാര്യത്തിന് ഇങ്ങനെ വിടാതെ വിളിച്ചുകൊണ്ടിരുന്നാൽ ദാറ്റ് മീൻസ് യു ആർ സ്റ്റണ്ടിങ് യുവർ മൈൻഡ്. ആ ബ്രെയിനിനും അല്ലെങ്കിൽ സ്വന്തം മൈൻഡിനും ആ ഒരു ഫ്ലെക്സിബിലിറ്റി ടു ഗ്രോ അത് നമ്മൾ കൊടുക്കുന്നില്ല. വളരെ ഡിഫെൻസീവായിട്ട് ഇങ്ങനെ പിടിച്ച് ആരെന്ത് പറഞ്ഞാലും ഞാൻ വിട്ടുകൊടുക്കില്ല എന്നുള്ള രീതിയിൽ പിടിച്ച് നിൽക്കുകയാണ്. ദാറ്റ്സ് നോട്ട് ഹെൽത്തി. ഒരു ഹിസ്റ്റോറിയൻ്റെ ജോലി ഇങ്ങനെ അവരുടെ സ്വന്തം ഈഗോയെ ഫ്ലാറ്റർ ചെയ്യാൻ വേണ്ടി അല്ലല്ലോ. നമ്മൾ എവിഡൻസ് നമ്മളെ എവിടെ കൊണ്ടുപോകുന്നു അവിടെ നമ്മൾ എത്തണം എന്നാണ്. അല്ലാതെ നമ്മുടെ ഇതെനിക്ക് ഈ എവിഡൻസ് പിടിക്കുന്നില്ല അതുകൊണ്ട് ഇതിനെ നീക്കി വെക്കാം അല്ലെങ്കിൽ ഇതില്ല എന്നുള്ള രീതി ഭാവിക്കാമെന്ന് പറ്റത്തില്ല. സോ നാച്ചുറലി നമ്മൾ എവിഡൻസ് വെച്ച് നോക്കുമ്പം നമ്മുടെ തന്നെ കൺക്ലൂഷൻസ് ഓട്ടോമാറ്റിക്കലി ഓവർ എ പീരീഡ് ഓഫ് ടൈം ഒരുപാട് വ്യത്യാസം വന്നില്ലല്ലോ, അതിനകത്ത് ചെറിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫ്ലെക്ഷൻസ് അതിൻ്റെ മാറിക്കൊണ്ടിരിക്കും. ആൻഡ് ഐ തിങ്ക് ദാറ്റ്സ് എ ഹെൽത്തി തിങ്. ചോദ്യങ്ങൾക്ക് ഞാൻ തരാം, ആൾക്കാർ വെയിറ്റ് ചെയ്യേണ്ടതെന്നറിയാം. ഒരു ചോദ്യം കൂടി. ഈ ഹിസ്റ്ററി റിപ്പീറ്റ്സ് ഇറ്റ് സെൽഫ്, അല്ലെങ്കിൽ ഒന്നും ടീച്ച് ചെയ്യണില്ല നമ്മളെ, ഹിസ്റ്ററി ഡസൻ ടീച്ചേഴ്സ് എനിത്തിങ്, ഹിസ്റ്റോറിയൻസ് ഡു എന്നൊരു ഇത് ഞാൻ വായിച്ചിരുന്നു എവിടെയോ. അത് മനുവിൻ്റെ ടേക്ക് എന്താണ് ഇതിന്?
ഒരു കാലത്ത് ഐ തോട്ട് മേ ബി ഹിസ്റ്റോറിയൻസ് ഹാവ് എ ഡ്യൂട്ടി ഓഫ് സം കൈൻഡ് സൊസൈറ്റിക്ക് വലുതൊക്കെ പറഞ്ഞു കൊടുക്കാൻ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു അല്ല. ഹിസ്റ്റോറിയൻസിൻ്റെ ഡ്യൂട്ടി ഹിസ്റ്ററിയോട് ഒരു സിൻസിയറിറ്റി കാണിക്കാനാണ്. ഫോർ എക്സാമ്പിൾ, ഈ പുസ്തകത്തിൻ്റെ തന്നെ ആദ്യ ഭാഗത്ത് ഹിന്ദുസ് അല്ലെങ്കിൽ വൈഷ്ണവരും ശൈവരും തമ്മിലുള്ള വഴക്കുകളെ പറ്റിയുണ്ട്. അവർ രണ്ടുപേരും ചേർന്ന് ബുദ്ധിസ്റ്റും ജെയിൻസിൻ്റെ എതിരെയുള്ള വഴക്കിനെ പറ്റിയുണ്ട്. അതിനകത്ത് വയലൻസ് ഉണ്ട്. പിന്നെ ഇസ്ലാം വരുമ്പോൾ ഇസ്ലാം മുസ്ലിംസുമായിട്ടുള്ള വഴക്കിനെ പറ്റിയും നല്ലതായിട്ടുള്ള എക്സ്ചേഞ്ചസിനെ പറ്റിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരാൾ വായിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞു, ഇന്നത്തെ കാലത്ത് ഇതൊക്കെ എഴുതിയ അത് ഇന്നത്തെ പോളിറ്റിക്സിനെ എഫക്റ്റ് ചെയ്തില്ല, അതൊക്കെ ഒന്ന് ഇച്ചിരി ഒതുക്കി എഴുതിക്കൂടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഐ തോട്ട് ഇറ്റ്സ് നോട്ട് മൈ ജോബ്. കാരണം നമ്മളിങ്ങനെ ഒതുക്കി എഴുതാൻ ശ്രമിച്ചാൽ നാളെ പിന്നെ ഒരാൾ പറഞ്ഞു ദീസ് ഹിസ്റ്റോറിയൻസ് ആർ നോട്ട് സിൻസിയർ, ഹിസ്റ്റോറിയൻസ് അവരുടെ ജോലി ചെയ്തിട്ടില്ല, ചിലതിനെ പൊക്കി ചിലതിനെ ഒതുക്കി വെച്ചു എന്ന് പറയും. അപ്പോൾ എൻ്റെ ഡ്യൂട്ടി അതല്ല. ഓരോരുത്തർക്കും അവരുടേതായ ധർമ്മമുണ്ട്. എനിക്കിപ്പം പേഴ്സണലി ഒപ്പീനിയൻസ് കാണും, പേഴ്സണലി എൻ്റേതായ ചില ഐഡിയോളജിക്കൽ പൊസിഷൻസ് ചിലപ്പോൾ കാണും. പക്ഷേ അതിൻ്റെ അർത്ഥം നമ്മൾ റെക്കോർഡ് നോക്കി ഹിസ്റ്ററിയെ പറ്റി എഴുതുമ്പോൾ അത് പറ്റുന്നത്രയും ആ ഐഡിയോളജി അല്ലെങ്കിൽ നമ്മുടെ ഒപ്പീനിയനെ ഒതുക്കി നിർത്തുകയാണ് ചെയ്യേണ്ടത്, അല്ലാതെ റെക്കോർഡിനെ ഒതുക്കി നിർത്തുകയല്ല. അപ്പോൾ അങ്ങനെ വരുമ്പം ഐ തിങ്ക് ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു ബി ഓണസ്റ്റ് ടു യുവർ ഡ്യൂട്ടി. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ആർക്കും അഡ്വൈസ് കൊടുക്കാൻ താല്പര്യമില്ല. ഹിസ്റ്ററി നോക്കി ഇങ്ങനെ പഠിക്കൂ അല്ലെങ്കിൽ ഹിസ്റ്ററിയുടെ ലെസൺസ് ഇതാണ്, എനിക്ക് ഒരു താല്പര്യമില്ല. ചില പബ്ലിഷേഴ്സ് വരുമല്ലോ, നമ്മുടെ കുറച്ച് പുസ്തകങ്ങളൊക്കെ വിൽക്കുമ്പോൾ അവർ തന്നെ ചില ഐഡിയാസുമായിട്ട് വരും. എനിക്ക് ഏറ്റവും കിട്ടുന്ന ഐഡിയാസാണ് ഇപ്പോൾ ഇങ്ങനത്തെ പുസ്തകങ്ങളാണ്.